السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين. الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയമുള്ള ഖുർആൻ പഠിതാക്കളെ, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. സൂറത്തുൽ ബഖറയുടെ 262 ആയത്തുകൾ കഴിഞ്ഞ ക്ലാസ്സോടുകൂടി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. 263, 264 ആയത്തുകളാണ് ഇന്ന് മനസ്സിലാക്കാൻ വിചാരിക്കുന്നത്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറുൻ മിൻ സ്വദഖത്തിൻ യത്ബഉഹാ അദാ വല്ലാഹു ഗനിയ്യുൻ ഹലീം. യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സ്വദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فأصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين. قول معروف ومغفرة خير من صدقة يتبعها أذى والله غني حليم. يا أيها الذين آمنوا لا تبطلوا صدقاتكم بالمن والأذى كالذي ينفق ماله رئاء الناس ولا يؤمن بالله واليوم الآخر فمثله كمثل صفوان عليه تراب فأصابه وابل فتركه صلدا لا يقدرون على شيء مما كسبوا والله لا يهدي القوم الكافرين. ഖൗൽ, വാക്ക്. ഖൗൽ എന്ന് ചിലപ്പോൾ അഭിപ്രായം എന്ന നിലക്കും പറയാറുണ്ട്. അങ്ങനെ ഒരു ഖൗലുണ്ട് എന്ന് കേട്ടിട്ടുണ്ടാവും. അങ്ങനെ ഒരു ഖൗലുണ്ട് എന്ന് പറയും. മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഉത്തമമായത്. മഅറൂഫ് യഥാർത്ഥത്തിൽ അറഫ എന്ന് പറഞ്ഞാൽ അറിഞ്ഞു, മഅറൂഫ് എന്ന് പറഞ്ഞാൽ അറിയപ്പെട്ടത് എന്നാണ്. അപ്പോൾ നന്മകൾ അറിയപ്പെട്ടതാണ് എന്നതാണ് നമ്മുടെ കാഴ്ചപ്പാട്. നന്മകൾ എന്ന് പറഞ്ഞാൽ ആരും അറിയാത്ത ഗോപ്യമായ കാര്യങ്ങളല്ല. സത്യം, നീതി, ധർമ്മം പോലുള്ള എല്ലാ നന്മകളും അറിയപ്പെട്ടതാണ്.
അതേ സമയത്ത് കൊള്ളരുതായ്മകളാണ് യഥാർത്ഥത്തിൽ അറിയപ്പെടാത്തത്. അങ്ങനെയാണ് നമ്മുടെ കാഴ്ചപ്പാട്. പൊതുവിൽ മനുഷ്യൻ തന്നെ ശുദ്ധ പ്രകൃതത്തിലാണ് ജനിക്കുന്നത്. അപ്പോൾ അടിസ്ഥാനം നന്മയാണ്. എല്ലാ മനുഷ്യന്മാരും നല്ലവരാണ്. അതാണ്. ചിലരൊഴികെ എന്ന് പറഞ്ഞാൽ തിന്മ പിന്നീട് വന്നു ചേരുന്നതാണ്. എല്ലാവരും വെടക്കാണ്, ആരോ ഒന്ന് നന്നായിപ്പോയി എന്നല്ല. എല്ലാവരും നല്ലവരാണ്, ആരോ ഒന്ന് വെടക്കായിപ്പോയി എന്നാണ്. ഈ വെടക്കായി പോയ ആൾക്കാരോട് നിങ്ങൾ തൂബൂ, നന്മയിലേക്ക് തിരിച്ചു വരൂ എന്നാണ് പറയുന്നത്. അപ്പോൾ നന്മ എന്ന് പറയുന്നത് അറിയപ്പെട്ടതാണ് എന്നതാണ് അതിൻ്റെ തത്വം. മഅറൂഫ് ഉത്തമമായ എന്നർത്ഥം. അപ്പൊ ഖൗലും മഅറൂഫ് എന്ന് പറഞ്ഞാൽ ഉത്തമമായ വാക്ക്. മഗ്ഫിറ, മഗ്ഫിറത്ത് പാപമോചനം, മാപ്പ് നൽകൽ. ഖൈറുൻ, അതാണ് ഖൈർ എന്ന് പറഞ്ഞാൽ നല്ലത്. മിൻ സ്വദഖത്തിൻ, സ്വദഖയേക്കാൾ നല്ലത് ഉത്തമമായ വാക്കാണ്. എങ്ങനെയുള്ള സ്വദഖ? യത്ബഉഹ, അതിനെ തുടരുന്നു. അതാ ദ്രോഹം പിന്തുടരുന്ന സ്വദഖയേക്കാൾ നല്ലത് നല്ല വർത്താനാണ്. വല്ലാഹു ഗനിയ്യുൻ ഹലീം. ഗനിയ് എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാളത്തിൽ സാധാരണ ഐശ്വര്യവാൻ എന്നൊക്കെ പറയും. ഗനിയ്. ഗനിയിനാണ് സക്കാത്ത് നിർബന്ധം എന്ന് പറയും. ഗിന, സ്വന്തം തന്നെ ആവതില്ലാത്ത, ആവശ്യത്തിന് തികയാത്ത ആളുകൾ ഗനിയാവുകയില്ല. അവർക്കല്ല ഗനിയ് എന്ന് പറയാം. അപ്പൊ സ്വന്തം നിലയ്ക്ക് തന്നെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാൻ പറ്റാത്ത ഒരാൾ പിന്നെ എന്ത് ചെയ്യേണ്ടതില്ല? സക്കാത്ത് കൊടുക്കേണ്ടിയില്ല. അപ്പൊ ഗിന, ഐശ്വര്യമുള്ള, സ്വയം പര്യാപ്തതയുള്ള ആളുകളാണ് സക്കാത്ത് കൊടുക്കേണ്ടതെന്നൊക്കെ പറയാറുണ്ട്. അതാണ് ഗനിയ്. അള്ളാഹുവിലേക്ക് ചേർത്ത് പറയുമ്പോൾ അതിന്റെ മാക്സിമം അർത്ഥം കിട്ടും. മനുഷ്യന് ഗനിയ എന്ന് പറയുന്ന കാര്യമല്ല, അള്ളാഹു ഗനിയാണെന്ന് പറയുന്നു. അപാകതകളില്ലാതെ, കുറവില്ലാതെ, പോരായ്മകളില്ലാതെ, ഏറ്റക്കുറച്ചിലുകളില്ലാതെ അതിൻ്റെ ഒരു ടോപ്പ് മോസ്റ്റ് ലെവലിലാണ് അള്ളാഹു ഗനിയാകുന്നത്. ഗനിയ് മാത്രമല്ല, ഹലീമാണ് എന്ന് പറഞ്ഞാൽ ക്ഷമാലുവാണ് അള്ളാഹു. നമുക്കത് വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്. വാക്കർത്ത് ആദ്യം പറയാം. യാ അയ്യുഹല്ലദീന ആമനൂ, എല്ലാവർക്കും അറിയാം. അല്ലയോ വിശ്വസിച്ചവരെ, ലാ തുബ്തിലൂ, നിങ്ങൾ ബാത്തിലാക്കരുത്, നിഷ്ഫലമാക്കി കളയരുത്. സ്വദഖാതികും, നിങ്ങളുടെ സ്വദഖകളെ. ബിൽ മന്നി വൽ അദാ, ബിൽ മന്ന് ഔദാര്യം എടുത്തു പറയുന്നതിനാണ് മന്ന് എന്ന് പറയാം. വൽ അദാ, ദ്രോഹിച്ചുകൊണ്ടും. ഔദാര്യം എടുത്തു പറഞ്ഞുകൊണ്ടും ദ്രോഹിച്ചുകൊണ്ടും നിങ്ങൾ നിങ്ങളുടെ സദഖകളെ ബാത്തിലാക്കരുത്. കല്ലദീ, ഒരുവനെ പോലെയാണത്. യുൻഫിഖു, അവൻ ചെലവഴിക്കുന്നു. മാലഹു, അവന്റെ ധനം. ധനം എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. റിആ അന്നാസ്, റആ കണ്ടു, റിആ അന്നാസ് ജനങ്ങളെ കാണിക്കാൻ വേണ്ടി. വലാ യുഅ്മിനു ബില്ലാഹ്, അവൻ അല്ലാഹുവിൽ വിശ്വസിക്കുന്നില്ല. വൽ യൗമിൽ ആഖിർ, അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നില്ല. ഫമഫലുഹു, അപ്പോൾ അവന്റെ ഉപമ, ഉദാഹരണം, ക പോലെയാണ്. മഫൽ ഉദാഹരണമായത് സഫ്വാൻ, ഉറച്ച പാറ.
ഉറച്ച പാറ പോലെയാണ് അവന്റെ ഉപമ. അലൈഹി തുറാബുൻ, അലൈഹി അലാമേൽ, അലൈഹി അതിന്റെ മേൽ, തുറാബ് അല്പം മണ്ണ്, ഫഅസ്വാബഹു അതിന്മേൽ പെയ്തു, വാബിൽ പേമാരി പെയ്തു, ഫതറകഹു അതിനെ അവശേഷിപ്പിച്ചു, സ്വൽദ പാറയായിട്ട്. ലാ യഖ്ദിറൂന അവർക്ക് സാധിക്കുകയില്ല. ഖദർ എന്ന് പറഞ്ഞാൽ കഴിവ്, സാധ്യത അല്ലേ? അല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ, അല്ലാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ലാ യഖ്ദിറൂന അവർക്ക് സാധിക്കുകയില്ല, അലാ ഷൈഇൻ ഒന്നിനും, മിമ്മാ കസബൂ അവർ നേടിയത്, വല്ലാഹു ലാ യഹ്ദി അവൻ വഴി കാണിക്കുകയില്ല, അൽ ഖൗം ഒരു ഖൗമിനെ, ഒരു ജനതയെ, അൽ കാഫിരീൻ നിഷേധികളായിട്ടുള്ള ജനതയെ അല്ലാഹു വഴി കാണിക്കുകയില്ല. വിശ്വസിച്ചവരെ കൊടുത്തത് എടുത്തു പറഞ്ഞും സ്വൈര്യം കെടുത്തിയും നിങ്ങൾ നിങ്ങളുടെ ദാനധർമ്മങ്ങളെ പാഴാക്കി കളയരുത്. അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കാതെ ആളുകളെ കാണിക്കാനായിട്ട് മാത്രം ചെലവഴിക്കുന്നവനെ പോലെ അതിൻ്റെ ഉപമ ഒരു ഉറച്ച പാറ, അതിന്മേൽ ഇത്തിരി മണ്ണ്, അങ്ങനെ അതിന്മേൽ കനത്ത മഴ പെയ്തു, അതോടെ അത് മിനുത്ത പാറപ്പുറം മാത്രമായി. അവർ അധ്വാനിച്ചതിൻ്റെ ഫലമൊന്നും അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അള്ളാഹു സത്യനിഷേധികളായ ജനത്തെ നേർവഴിയിലാക്കുകയില്ല. നമ്മളിവിടെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ദാനധർമ്മത്തെയാണ്. അതിൽ തന്നെ പ്രത്യേകമായി സ്വതഖത്തുൻ ജാരിയ അല്ലെ, നിലച്ചു പോകാത്ത ദാനം എന്ന നിലയിൽ വഖഫിനെ കുറിച്ചൊക്കെ പറയണ്ടായി. അപ്പൊ അല്ലാഹു തആല എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ അവർക്ക് വലിയ പ്രതിഫലമുണ്ട്, അവർ പേടിക്കേണ്ടതില്ല, അവർ ദുഃഖിക്കേണ്ടതില്ല എന്നൊക്കെ പറഞ്ഞു. എന്നാൽ ഈ സ്വതക്കകളെ, ദാനധർമ്മങ്ങളെ നിഷ്ഫലമാക്കി കളയുന്ന വലിയ ഒരു ദുസ്വഭാവത്തെ സംബന്ധിച്ചാണ് ഇനി പറയുന്നത്. ഈ പറയുന്നതിൻ്റെ അടിസ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ, പരിശുദ്ധ ഇസ്ലാമില് ഒരു കർമ്മം സ്വന്തം നിലക്ക് നന്നായാൽ മാത്രം പോരാ. നല്ലൊരു കർമ്മമാണ് എന്നത് മാത്രം പോരാ, അത് ചെയ്യുന്നവന്റെ മനസ്സ്, അവന്റെ ഉദ്ദേശം, അതിൻ്റെ പ്രചോദനം, നന്മ ചെയ്യാനുള്ള പ്രചോദനം, ഇതൊക്കെ വളരെ പ്രധാനമാണ്. ഒരു കാര്യം നല്ലതാണെന്ന് പറഞ്ഞാൽ നിസ്കാരം വളരെ നല്ല ഒരു കർമ്മമാണ്. പക്ഷേ ആ കർമ്മം സ്വന്തം നിലക്ക് നല്ലതാണെങ്കിലും നിർവഹിക്കുന്നവന്റെ മനസ്സനുസരിച്ചാണ് അതിൻ്റെ സ്ഥാനം. അപ്പൊ സ്വതക്ക എന്ന് പറയുന്നത് വലിയൊരു കർമ്മമാണ്. ഒരു ധാന്യമണിയെ പോലെ അതിൽ 7 കതിരുകൾ, ആ ഓരോ കതിരിലും പിന്നെ 100 മണികൾ അല്ലേ? അപ്പോൾ ഒരു ഒറ്റ മണി കൊണ്ട് തന്നെ 700 ഇരട്ടി. അതിൽ നിന്നുണ്ടാകുന്ന വിത്തുകൾ, ആ വിത്ത് ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ, അങ്ങനെ എണ്ണിയാലൊടുങ്ങാത്തത്ര എന്താണ് സദഖ. ഇപ്പൊ കുഴിച്ചു കൊടുത്ത കിണറിൽ നിന്ന് കോരുന്ന വെള്ളം, അതിന്റെ പ്രയോജനം, അത് ഉപയോഗിക്കുന്നവർ, അവർക്കുണ്ടാകുന്ന ഗുണം, ഇങ്ങനെ തുടങ്ങിയിട്ട് അതിങ്ങനെ. അപ്പൊ സ്വതക്ക എന്ന് പറയുന്നത് വലിയൊരു സംഗതിയാണ്. നമ്മൾ അതിന്റെ അതുകൊണ്ടാണ് ഒരു കാരക്കച്ചുകൾ കൊണ്ടെങ്കിലും നരകത്തിൽ നിന്ന് രക്ഷപ്പെടണം എന്ന് പറയുന്നത്. അപ്പൊ കൊടുക്കാൻ കയ്യിലൊന്നുമില്ലാത്തവന്റെ അവസാനത്തെ അറബിയുടെ കയ്യിലുണ്ടാകുന്നത് കാരക്കച്ചുകളാണ്. അറബിയെ സംബന്ധിച്ച് അവന് ഒരു കാരക്കച്ചുകളാണ് ഏറ്റവും ചെറുത്. നമ്മളെ നാട്ടിലെ ഭാഷ പറഞ്ഞാൽ ചിലപ്പോൾ ഒരു തേങ്ങാപ്പൂള് കൊണ്ടെങ്കിലും എന്ന് പറയാൻ പറ്റും. അതായത് വളരെ ചെറിയൊരു സംഗതി കൊണ്ടാണെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? രക്ഷപ്പെടാൻ ശ്രമിക്കണം. അപ്പൊ എങ്ങനെ സദഖകൾ എത്രത്തോളം ചെയ്യാൻ പറ്റും അത്രത്തോളം ചെയ്യണം എന്നാണ് പറയുന്നത്. അപ്പോ എന്നാൽ അവിടെയാണ് അടിവരയിടേണ്ടത്. എന്നാൽ നിങ്ങൾ ഈ കൊടുക്കണതിനെക്കാട്ടി നല്ലതാണ് നല്ല വർത്താനം പറയുന്നത്. എങ്ങനെയാണെങ്കിൽ
ഈ കൊടുത്തത് കൊണ്ട് അത് വാങ്ങിയവൻ ഒയന്നു പോവുകയാണെങ്കിൽ അതിൽ നല്ല നിങ്ങൾ കൊടുക്കാതിരിക്കലാണ്. അതാണ് ഇവിടെ പറഞ്ഞത്. ഒരാൾക്ക് എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു, പിന്നെ ആ വാങ്ങിയവൻ ഒരു സ്വൈര്യവുമില്ല. കാണുമ്പല്ലോ ഇവനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. മനസ്സിലായില്ലേ? ഇത് പിന്നെയും പിന്നെയും ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഓനതും കൊണ്ട് ഇടങ്ങേറായി പോവാ. ചില സാധനം തിരിച്ചു കൊടുത്തോളൂ ചില ആൾക്കാർ. നിങ്ങൾ ദയവായിട്ട് ഇത് നിങ്ങൾ തിരിച്ചെടുത്തോളൂ, എന്നാലെങ്കിലും ഇതൊന്ന് നിർത്താനാണ്. പക്ഷേ അപ്പൊ പിന്നെ ഓൻ അത് പറയും. ഓൻ്റെ ഒരു അഹമ്മതി കണ്ടില്ലേ, ഓനൊരു സാധനം കൊടുക്കരുത്, ഞാൻ കൊടുത്തിട്ട് ഓൻ തിരിച്ചുകൊണ്ട് തന്നതാണെന്ന് പറയും. ചിലത് തിരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഇപ്പോ തിന്നാൻ കൊടുത്തതാണെങ്കിൽ എങ്ങനെ തിരിച്ചു കൊടുക്കുക? കഴിയില്ലല്ലോ. ഇതിങ്ങനെ കൊടുത്തത് എടുത്തു പറയുക, ഉപദ്രവിക്കുക. പുതിയ കാലത്ത് പുതിയ രീതിയിലായിരിക്കും, പണ്ടത്തെ രീതി ആയിരിക്കൂല പുതിയ കാലത്ത് എന്നുള്ളൂ. അപ്പോ ഇതിന്റെ ഒരു സംഘടനാ രൂപമുണ്ട്. അതിന്റെ വ്യക്തിപരമായ രീതി എങ്ങനെയാന്ന് വെച്ചാല് ഓരോരുത്തർക്കും ഒറ്റക്കൊറ്റക്ക് കൊടുക്കുക എന്നിട്ട് ഓനെ പറയാന്നുള്ളതാണ്. ഇതിന്റെ ഒരു സംഘടിത രീതി എങ്ങനെയാന്ന് വെച്ചാല് നമ്മളോനെ സഹായിച്ചിട്ട് നമ്മളെ സംഘടനയെ ചേർന്നില്ല എന്നാണ്, നമ്മളെ പരിപാടിക്ക് വന്നില്ല എന്നാണ്, അങ്ങനെ പറയും. ഇതെല്ലാം കൊടുത്തിട്ട് എന്താ കാര്യം? ഓന് അതിൽ വന്നില്ല. ഓനോട് തന്നെ പറയുകയും ചെയ്യും, അപേക്ഷ തരാൻ വലിയ ഉഷാറാണല്ലോ, ക്ലാസ്സിന് വിളിച്ചിട്ട് വന്നില്ലല്ലോ. ക്ലാസ്സും ശരിക്കൊരു സേവനല്ലേ, അതും ഒരു കൊടുക്കലല്ലേ. അതിന് പകരം ഇങ്ങോട്ട് തിരിച്ചു കിട്ടേണ്ടതായിട്ട് പലതും ഉള്ളൊരു, അതിനേക്കാൾ നല്ലത് എന്താണ്? അത് കൊടുക്കണ്ട വെച്ചാൽ മതി. ഇല്ല, അതും ഇതായിട്ട് ബന്ധപ്പെടുത്താൻ പാടില്ല. അത് വേറൊരു സാധനമാണ്. ഇതും ഒരു സേവനമാണ്. ഇപ്പൊ ഒരാൾ ഖുർആൻ ക്ലാസ്സിന് വരിക എന്ന് പറയുന്നത് നമ്മളോട് എന്തോ ഒരു സേവനം ചെയ്യുക. അങ്ങനെ വിചാരിക്കുമ്പോഴാണല്ലോ നിങ്ങളെല്ലാവരും വന്ന് സഹകരിക്കണം. വളരെ വിനയത്തോടു കൂടി എല്ലാവരോടും അപേക്ഷിക്കുകയാണ്, നിങ്ങളെല്ലാവരും വന്ന് ഇതൊന്ന് വിജയിപ്പിച്ചു തരണം എന്ന് പറയുമ്പോൾ എല്ലാവരും കൂടി വന്നാൽ ഇവിടെ എന്തോ ആയിരിക്കോ കിട്ടണമായിരിയാണല്ലോ. സംഗതി അതല്ലല്ലോ. നിങ്ങളിത് പ്രയോജനപ്പെടുത്തണം എന്നാണ് പറയേണ്ടത് ശരിക്കും, അല്ലേ? ഈ ക്ലാസ്സിനെ പറ്റി മാത്രമല്ല, മഹല്ലൊരു ക്ലാസ് സംഘടിപ്പിക്കുകയാണ്. മഹല്ല് സംഘടിപ്പിക്കുന്ന ക്ലാസ്സിനെ സംബന്ധിച്ച് മഹല്ല് അനൗൺസ് ചെയ്യേണ്ടത് എന്താണ്? നമ്മളിതാ നല്ലൊരു അവസരം ഒരുക്കിയിരിക്കുകയാണ്, മഹല്ല് നിവാസികളെല്ലാവരും ഈ അവസരം പ്രയോജനപ്പെടുത്തണം, അല്ലേ? പക്ഷെ നമ്മൾ പറയേണ്ടി വരികയാണ്, നമ്മളൊരു വയത് നടത്തുകയാണ്, നിങ്ങളെല്ലാവരും കൂടി വന്നിട്ട് അതൊന്ന് വിജയിപ്പിച്ചു തരല്ലോ എന്ന് പറയാം. എന്തുകൊണ്ടാണ് അങ്ങനെ പറയേണ്ടി വരുന്നതെന്ന് വെച്ചാൽ ആളുകളുടെ വിചാരം ഞാനൊന്നും അവിടെ പോയി ഇരുന്ന് സഹായിച്ചു. നമ്മൾ ചിലപ്പോൾ അങ്ങോട്ട് പറയുകയും ചെയ്യും, ഞാനൊക്കെ വന്ന് ഇരുന്നില്ലേ, ഓ എന്തോ ഒരു സംഗതി എന്നുള്ളത്. ഒന്നുമില്ല, ഞാനൊക്കെ വരുന്നും ചെയ്യും. ശരിക്കും ഒരു പള്ളീനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു പള്ളിയിൽ നിന്നൊരു മനുഷ്യൻ എന്തെല്ലാം കിട്ടണത്. ഇപ്പൊ ഒരു ടൗണിലുള്ള ഒരു പള്ളിയാന്ന് വിചാരിക്കുക, ഒരാൾക്ക് നമുക്കൊക്കെ എന്തൊക്കെ സൗകര്യങ്ങളാണ്. ഒന്ന് പോയിട്ട് മൂത്രമൊഴിക്കാനൊരു സ്ഥലം, അല്ലേ? കുറച്ചു നേരം ഒന്ന് ഇരിക്കണം എന്ന് തോന്നിയാൽ, ഒന്ന് കിടക്കണം എന്ന് തോന്നിയാൽ, ഒന്ന് വെള്ളം കുടിക്കണം എന്ന് തോന്നിയാൽ, ഒരാളോട് ഇന്ന സ്ഥലത്ത് എത്തണം എന്ന് പറയാനൊരു സുഖം പട്ടാൾ പള്ളിയിൽ ഉണ്ടാവും, അവിടെ വന്നാൽ മതി. അല്ലെ മൊയ്തീൻ പള്ളിൻ്റെ അടുത്ത് നിൽക്കുക. ഇങ്ങനെ എന്തെല്ലാം സേവനങ്ങൾ ഇങ്ങോട്ട് കിട്ടുന്നത്. അങ്ങോട്ട് എന്താ നമ്മൾ കൊടുക്കുന്നത്? അങ്ങോട്ട് എന്തെങ്കിലും കൊടുക്കുകയാണെങ്കിൽ നമ്മളെ മനസ്സെന്താണ്? ഞാനും കൂടി ഇടുന്നുണ്ട്, അല്ലേ? ഇതൊക്കെ നമ്മുടെ കാഴ്ചപ്പാടിൽ വരേണ്ട മാറ്റങ്ങളാണ്. ഇവിടെ സ്വതക്കയെ കുറിച്ച് പ്രത്യേകം അള്ളാഹു പറയാണ്, സ്വതക്ക ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ ഉണ്ടായിപ്പോകാൻ സാധ്യതയുള്ള ഒരു തിന്മയാണ് ഞാനൊരു കൊടുത്ത ആളാണ് എന്ന ഒരു അധികാരബോധം എന്ന് പറയും. അത് ദീനീ സംരംഭങ്ങൾക്കാവുമ്പോൾ അത് അതിൻ്റെതായ അളവിൽ കൂടും. അപ്പൊ നമ്മൾ കൊടുത്ത സ്ഥലത്താണ് പള്ളി, നമ്മൾ കൊടുത്ത സ്ഥലത്താണ് മദ്രസ, അല്ലെങ്കിൽ ഞാൻ കൊടുത്തതാണ് അവിടുത്തെ കാർപ്പറ്റ്, അല്ലെങ്കിൽ ഇങ്ങനെ ഉണ്ടല്ലോ. അപ്പോ ഇവിടെ പറയണെന്താ വെച്ചാൽ, നിങ്ങൾ കൊടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചയക്കാം. നല്ല വാക്കാണ് പറയേണ്ടത്, മോശപ്പെട്ടത് പറയരുത്. ചോദിച്ചു വരുന്നവനെ ആട്ടിയകറ്റാൻ പാടില്ല.
നല്ലതേ പറയാവൂ. നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ നല്ല വാക്ക് പറഞ്ഞ് തിരിച്ചയക്കണം. അതിനു വേണ്ടി പ്രാർത്ഥിച്ചിട്ടോ നല്ലത് പറഞ്ഞിട്ടോ ഒക്കെ തിരിച്ചയക്കണം. പക്ഷേ അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ കൊടുക്കണം. കൊടുക്കുകയാണെങ്കിൽ പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? പൂർണ്ണമായിട്ട് കൊടുക്കണം. ഇപ്പൊ നമ്മൾ അധികവും കണ്ടുവരുന്നത് എന്താണെന്ന് വെച്ചാൽ, കൊടുക്കുന്നത് ഭൗതികമായിട്ട് മാത്രമാണ്. അതിന്റെ ഉടമസ്ഥാവകാശം അപ്പോഴും ഒന്നെ കൈവശം വെക്കണ പോലെയാണ്. കൊടുക്കുന്നുണ്ട്, പക്ഷെ കൊടുത്തു കഴിഞ്ഞാലും അയാളത് വിടുന്നില്ല. പിന്നെ അതിനിങ്ങനെ പിന്തുടരുകയാണ്. ഓനെ എങ്ങോട്ടാ പോണേ, എന്താ ചെയ്തത്, അവരെന്താക്കിയത്, ഇവരെന്താക്കിയത് വെച്ചു. അപ്പൊ അത് വാങ്ങിയ ആളെ സംബന്ധിച്ചിടത്തോളം അയാൾ അനുഭവിക്കുന്നതായ ഒരു പ്രയാസം, ഒരാൾ മരുന്നിന് പൈസ ഇല്ല, ചികിത്സിക്കാൻ പൈസ ഇല്ല, പ്രയാസപ്പെട്ടിട്ടാണ് നമ്മളടുത്ത് വന്നത്. നമ്മൾ അയാൾക്ക് കൊടുത്തു, അയാളത് കുടിച്ചു, അയാൾ സൂക്കേട് മാറി. പിന്നെ അയാൾക്ക് നമുക്ക് തിരിച്ചു തരാൻ കഴിയൂല. അപ്പൊ നമ്മൾ കാണുമ്പോ ഒക്കെ എങ്ങനെ വേറുള്ള ആളെ മുമ്പിൽ വെച്ചിട്ടും പറയാം, ഇയാളെ എങ്ങനെ കിടന്നായെന്നറിയോ, നമ്മളെല്ലാവരും കൂടി സഹായിച്ചിട്ട്. അയാൾ എന്താക്കും നിങ്ങൾ ആലോചിച്ച് നോക്ക്. അയാളൊരു നിസ്സഹായാവസ്ഥ എത്രത്തോളായിരിക്കും. അതെന്താ ചെയ്യുക അയാള്? അല്ലേ? ആകെ പ്രശ്നമായിട്ട് ഇങ്ങനെ എവിടെയും ഇവിടെയും ഇല്ലാണ്ട് ഇങ്ങനെ തെണ്ടി എടുക്കണ പോലെ കയ്യേനും. അപ്പൊ നമ്മളൊരു പുര ഉണ്ടായി കൊടുത്തപ്പോഴാണ് എന്തായത്, ഇയാള് അയാളുമ്പം തന്നെ ചിലപ്പോ പറയും, അയാൾ എന്താ ചെയ്യാ, പുരങ്ങൾ എടുത്തോളൂ പറയാൻ പറ്റുമോ? ഇത് ഒരാളുടെ മനസ്സിലുണ്ടാക്കുന്ന വല്ലാത്ത ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥയിലേക്ക് ഒരാളെ നിങ്ങൾ എത്തിക്കുന്നതിലും നല്ലത് കൊടുക്കാണ്ടിരിക്കലാണ്. എന്നിട്ട് നല്ല വാക്ക് പറഞ്ഞാൽ മതി എന്നാണ് അള്ളാഹു പറയാണ്. ഖൗലുൻ മഅറൂഫുൻ വമഗ്ഫിറത്തുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ അദാ. ശല്യപ്പെടുത്തുന്ന സദഖയേക്കാൾ നിങ്ങൾക്ക് നല്ലത് നല്ല വാക്ക് പറഞ്ഞ് പിരിയലാണ്. അപ്പോ നമ്മളെന്താന്ന് വെച്ചാല്, നമ്മളെടുത്തൊന്നും പൂർണ്ണമായിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെ മനസ്സിലായെന്ന് എനിക്കറിയില്ല. നമ്മൾ കൊടുക്കുന്ന സാധനം മാത്രം കൊടുത്താൽ പോരാന്ന്. അത് അയാൾക്ക് അങ്ങോട്ട് വിട്ട്, പിന്നെ അതിൽ നമുക്ക് എന്തില്ല, നമുക്കതിൽ അത് അവൻ്റെതാണ്, പിന്നെ അതിൽ നമുക്ക് അവകാശമില്ല. അത് മുമ്പിൻ്റെതായിരുന്നു പറയരുത്, ഇങ്ങനൊന്നും ചെയ്യരുത്. അയാൾക്ക് അങ്ങോട്ട് വിട്ട് കൊടുത്തേക്കുക. ഇവിടെ നോക്കൂ നിങ്ങൾ, എന്താ അത് വേറെ കേസാണ്. അല്ലല്ല, അത് വേറെ കേസാണ് എന്ന് പറഞ്ഞാൽ, അല്ല അത് പൂർണ്ണ തന്നെയാണ്. അവിടുത്തെ താമസമായൊക്കെ തന്നെയാണ് പൂർണ്ണമായിട്ടും. പിന്നെ അവിടെ നമ്മൾ അയാളെ അനുവാദം ഇല്ലാതെ വീട്ടിൽ കയറൊന്നുമില്ല. ക്രയവിക്രയം ചെയ്യാൻ പറ്റാത്തത് വേറൊരു കേസാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ, അത് ഉപയോഗത്തിന് വേണ്ടി അയാൾക്ക് കൊടുക്കുകയാണ്. അങ്ങനെ ചെയ്യാം. അത് അയാളുടെ തന്നെ ഗുണത്തിനാണ്. ഒരാൾക്ക് വഖഫ് അങ്ങനെയല്ലേ, വഖഫ് എന്ന് പറയുന്നത് ക്രയവിക്രയ അവകാശം കൊടുക്കണില്ലല്ലോ, അയാൾക്ക് അതിനുള്ള അനന്തരം എടുക്കാനും പറ്റൂലല്ലോ. പക്ഷെ അയാൾക്ക് എത്രയും കാലം അത് ഉപയോഗിക്കാം. അങ്ങനെ ചെയ്യുന്നത് പ്രശ്നമല്ല. അതല്ല ഇത് പറയുന്നത്. ഒരാൾക്ക് കൊടുത്ത മുതൽ, ഇപ്പൊ സക്കാത്ത് ഒരാൾക്ക് കൊടുത്തു, അയാളുതാണത്. പിന്നെ നമ്മൾ അതിന്റെ മേലെ എന്ത് ചെയ്യാൻ പാടില്ല, അയാളെ പിന്തുടർന്ന് ബുദ്ധിമുട്ടിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, അത് എടുത്തു പറയരുത്. ഞാൻ അന്ന് അങ്ങനെ തന്നല്ലോ അല്ലേ, ഇപ്പൊ എന്തായി കാണുമ്പോ ചോദിക്കുക, എന്താ ഇപ്പൊ മോന്റെ അവസ്ഥ, ഞാൻ അന്നങ്ങനെ പരീക്ഷയ്ക്ക് ഫീസ് അടച്ചുകൊണ്ട് മോനെ എഴുതിയല്ലോ അല്ലേ, ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരുന്നാൽ എന്താ ചെയ്യാ? ചിലപ്പോ തോന്നും വാങ്ങണ്ടില്ലായിരുന്നു ഇയാളെ കൊണ്ട്, അങ്ങനെ തോന്നും. ആ തോന്നൽ അയാൾ നിങ്ങളോട് പറയൂല. കാരണം ആ പറയാൻ പോലുമുള്ള ശക്തി അയാൾക്കില്ല. അയാൾ നിങ്ങളോട് കടപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അയാൾ അങ്ങനെ സഹിക്കുന്നത്. പക്ഷെ അയാളുടെ മനസ്സിലതുണ്ട്, അത് അള്ളാഹ് കാണുന്നു. അല്ലാഹു തആല ഒരു മനുഷ്യന്റെ അഭിമാനത്തിന് എത്രത്തോളം വില കൽപ്പിക്കുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. വളരെ ഇത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ എപ്പോഴും പറയണ, ഞാൻ അത് വാങ്ങി തന്നില്ലേ, ഇത് വാങ്ങി തന്നില്ലേ, ഞാൻ അങ്ങോട്ട് കൊണ്ടുപോയില്ലേ, ഇങ്ങനെ ചെയ്തില്ലേ. ഓള് തിരിച്ചും പറയും, ഞാൻ എന്തൊക്കെ അങ്ങനെ ചെയ്തെന്ന്.
ഞാനെല്ലാനും വേറെ ഏതൊരുത്തിയാണെങ്കിലും നിങ്ങളെ പോലെ എന്താ കഴിഞ്ഞു അപ്പൊ എന്താ കാര്യം? അപ്പൊ ഇത് പിന്നെ ചെയ്തു കൊടുക്കണോ? ചെയ്തു കൊടുക്കണ്ട. അതിനെക്കാട്ടി നല്ലത് എന്തേനു? ചെയ്യാണ്ടിരിക്കേ ഓളെ കൊണ്ടുപോയാൽ മതിയായിരുന്നു. ഇത് ഒരിക്കലും എടോന്ന് കൊണ്ടുപോയി അത് ഓൾക്ക് പോകാൻ അവകാശമുള്ള സ്ഥലത്തൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും അത് വലിയൊരു സംഭവമായിട്ട് ഇടങ്ങേറാക്കുക. അപ്പൊ ചിലപ്പോ ഇവര് പറയുകയും ചെയ്യും, എന്ത് വേണ്ടില്ലേ എന്തിനേലും ഇപ്പൊ എന്നെ കൊണ്ടുപോയത് എന്ന് ചോദിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടാവരുത്. അപ്പൊ ഇതിനേക്കാൾ നല്ലത് നല്ല വാക്ക് പറഞ്ഞ് പിരിയലാണ്. കൊടുക്കണ്ടങ്ങൾ എന്നാണ്. അള്ളാഹുവിനെ കുറിച്ച് ഇവിടെ എന്താ പറഞ്ഞത്? ഗനിയുൻ ഹലീം. അള്ളാഹു ക്ഷമാലുവാണ്. എന്താ ഇപ്പൊ ഇവിടെ അങ്ങനെ പറയണത്? അള്ളാഹു താല നമുക്ക് നമ്മളിപ്പോ മറ്റുള്ള ആൾക്കാരെ ആക്ഷേപിക്കുന്നതോ നമ്മൾക്ക് മറ്റുള്ളവരിലുള്ള സങ്കടമോ എന്താണ്? ഞാൻ അവനോട് ഇത്ര നന്നായിട്ട് സേവനം ചെയ്തിട്ടും ഞാൻ അവനിതൊക്കെ കൊടുത്തിട്ടും അവൻ എന്നോട് ഒരു നന്ദി കാണിക്കുന്നില്ല, അല്ലെ, എന്നെ ഒന്ന് മാനിക്കുന്നില്ല, എന്നെ ഒന്ന് പരിഗണിക്കുന്നില്ല എന്നതൊക്കെ അല്ലേ അള്ളാഹു താല ചെയ്തു തന്ന നിഅമത്തിന് നമ്മൾ കാണിക്കുന്ന നന്ദികേടനൽ അള്ളാഹു അക്ഷമനായിരുന്നെങ്കിലോ? പടച്ചോൻ നമുക്ക് തന്ന നിഅമത്ത് എന്ന് പറയുന്നത് 1, 2, 3 ഇത് മൊത്തല്ലേ? എന്നിട്ട് നമുക്ക് അള്ളാഹിനോടുള്ള സമീപനം എന്താ? അതിനൊന്നും പാവൂലേ, അത്രത്തോളം ഒന്നും ഇപ്പൊ കഴിയൂലേ എന്ന രീതിയോട് അള്ളാഹു എങ്ങാനും അക്ഷമ കാണിച്ചിരുന്നെങ്കിൽ നമ്മൾ എന്തിനു പറ്റും? പക്ഷെ അള്ളാഹു ഒക്കെ ക്ഷമിച്ചു. പടച്ചോൻ അതെല്ലാം ക്ഷമിച്ചു. പിന്നെയും ചോദിച്ചോളിടോ നിങ്ങൾക്ക് വേണേ തരാ. പിന്നെയും ക്ഷമിച്ചു. അള്ളാഹു നമ്മളോട് കാണിക്കുന്ന ഒരു ക്ഷമ എത്രത്തോളം ആലോചിച്ച് നോക്കൂ. അള്ളാഹുവിനോട് നമ്മൾ കാണിക്കുന്ന നന്ദികേടെല്ലാം അള്ളാഹ് ക്ഷമിച്ചു. എന്നിട്ട് അള്ളാഹ് നമ്മളോട് പിന്നെയും നിങ്ങൾക്ക് എന്ത് വേണോ ചോദിച്ചു. ഈ രൂപത്തിൽ അതാണ് അള്ളാഹു ഗനിയാണ്. കാരണം നമ്മൾ എന്തെങ്കിലും കൊടുത്തിട്ട് വേണ്ട അള്ളാഹ്ക്ക്. അള്ളാഹു സ്വയം തന്നെ പര്യാപ്തനാണ്, മതിയായവനാണ്. അതുകൊണ്ട് നിങ്ങൾ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ സ്വതക്കകളെ നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. നിങ്ങളത് എടുത്തു പറഞ്ഞും ഉപദ്രവിച്ചും ദ്രോഹിച്ചും കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകളെ നഷ്ടപ്പെടുത്തി കളയരുത് എന്നാണ് അള്ളാഹു നമ്മളോട് പറയുന്നത്. അത് ഏതുപോലെ എന്ന് ചോദിച്ചാൽ ജനങ്ങളെ കാണിക്കാൻ വേണ്ടി ചെലവഴിക്കുന്നവരെ പോലെയാണ്. എന്തിനാ ചെലവഴിക്കുന്നത്? മുഅ്മിനീങ്ങൾ മാത്രമൊന്നല്ലല്ലോ ഇവിടെ സദഖ ചെയ്യുന്നത്, സേവനം ചെയ്യുന്നത്. എന്തിനാണ്? ആളുകളിൽ നിന്ന് നല്ലത് കേൾക്കാനും നല്ല പ്രോത്സാഹനം ഉണ്ടാവാനും അഭിനന്ദിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. പുതിയ കാലത്ത് കലാകാരന്മാരുടെ ദുര്യോഗത്തെക്കുറിച്ച് ഞാനിങ്ങനെ ആലോചിക്കലുണ്ട്. കലാകാരന്മാര് വന്ന സ്റ്റേജിൽ നിന്നിട്ട് മൈക്ക് പിടിച്ചിട്ട് പറയാം, ഒരു നല്ല കൈയടി. നല്ലതാണ്, നാട്ടുകാർ കൈയടിക്കൂലേ? ഇല്ലേ? ഇത് ചോദിച്ചു വാങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ആലോചിച്ചു നോക്കും. സ്ഥിരമായിട്ട് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്ന, ഞാൻ ഇന്നലെ കക്കോടി ഫസ്റ്റ് ഇങ്ങനെ പോണ വഴിക്ക് ഇങ്ങനെ വണ്ടിയുമ്പോ ഇങ്ങനെ പോകുമ്പോ ഒന്ന് നല്ല കൈയടി. ഇത് ചോദിച്ചു വാങ്ങേണ്ടതാണോ? ഒരാളുടെ പെർഫോമൻസ് കണ്ടാൽ എന്ത് ചെയ്യണം? ബാക്കിയുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യമാണത്. ഇപ്പൊ അത് ചോദിക്കാണ്ട് ആരും കൊടുക്കണില്ല. വല്ലാത്ത പിശുക്കാണത്. ഒന്ന് പ്രോത്സാഹിപ്പിക്കണേനെന്താ? പൊതുവിൽ തന്നെ മലയാളിയെ കുറിച്ച് പറയുന്നത് ആ കാര്യത്തിൽ വലിയ പിശുക്കാണ്. മലയാളിക്ക് വളരെ പിശുക്കാണ്. എങ്ങനെ ഉണ്ടായിരുന്നു സദ്യ? എങ്ങനെ ഉണ്ടായിരുന്നു സൽക്കാരം? എങ്ങനെ ഉണ്ടായിരുന്നു ഭക്ഷണം? എങ്ങനെ ഉണ്ടായിരുന്നു? കുഴപ്പമില്ല. ഏത് ഏറ്റവും നന്നായി പറയുന്ന വാക്കാണത്. എന്ത്? കുഴപ്പമില്ല. നോട്ട് ബാഡ്. നോട്ട് ബാഡ് എന്ന് പറയുന്നത് ശരിക്ക് അഭിപ്രായത്തിൽ ഏറ്റവും താഴെ കിടക്കുന്ന ഒരു സാധനമാണ്. ബാഡ് കഴിഞ്ഞാൽ നോട്ട് ബാഡ്, പിന്നെ ഗുഡ് ഉണ്ട്, വെരി ഗുഡ് ഉണ്ട്, എക്സലന്റ്, ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ നമ്മൾ പരമാവധിയിൽ പോയാൽ അവിടെ നിൽക്കുക. കുഴപ്പമില്ല. എന്താ നല്ല എന്ന് പറഞ്ഞാൽ ഉഷാറാണ് എന്ന് പറഞ്ഞാൽ എന്താ? പക്ഷെ നമ്മള് പൈസ കൊടുക്കാൻ പിശുക്കില്ലാത്തവർ പോലും അഭിനന്ദിക്കാൻ പിശുക്ക് കാണിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ ആയിരുന്നില്ല. റസൂലുള്ളാഹി വേഗം അഭിനന്ദിക്കും, കൈ പിടിച്ചുയർത്തും, തോളുള്ള ഷാളെടുത്തിട്ട് ഇട്ടു കൊടുക്കും.
ആൾക്ക് പേരിട്ട് വിളിക്കും, അങ്ങേയറ്റം പ്രോത്സാഹനം കൊടുക്കും, നല്ല ഉഷാറായിട്ട് അഭിനന്ദിച്ച്. നമ്മക്കിപ്പോ ഒന്ന് ഉഷാറാന്ന് പറഞ്ഞാൽ നമ്മക്ക് സംശയമാവും, എന്നെ മക്കാറാക്കിയാണോ. കാരണം ഒരു ശീലമില്ലാത്ത ഒരു കാര്യമാണല്ലോ ഇത്. നമ്മളിപ്പോ ഒരാൾ നല്ലൊരു കുപ്പായിട്ടിട്ടുണ്ടെങ്കിൽ നല്ല രസമുണ്ടല്ലോ എന്ന് പറഞ്ഞാൽ മറ്റവനിപ്പോ സംശയമായി, ഇതിവൻ എന്നെ ആക്കിയതാണോ. കാരണം അല്ലാണ്ട് ഒരു മനുഷ്യനത് പറയണില്ല, പറയണ്ടേ. അപ്പൊ ഇത് പൊതുവെ മലയാളിക്കുള്ളതാണ്. അപ്പൊ അവിടെയൊക്കെ നമ്മുടെ സംസാരം നന്നാക്കുക. സംസാരം എന്ന് തമിഴിൽ പറഞ്ഞാല് ഭാര്യ എന്നാണ്. അപ്പോ സംസാരം നന്നാക്കുക എന്ന് പറയുന്നത് മലയാളത്തിലുള്ള സംസാരം കേട്ടോ. എന്തുകൊണ്ടായിരിക്കും തമിഴൻ ഭാര്യയെ സംസാരം എന്ന് വിളിക്കുന്നത് എന്നത് വേറെ പഠിക്കേണ്ട കാര്യമാണ്. കാരണം ഒരു മനുഷ്യന്റെ സംസാരം നന്നായാലാണ് അയാൾക്ക് സ്വൈര്യത്തോടെ ജീവിക്കാൻ കഴിയുള്ളൂ, അല്ലേ? അതുകൊണ്ടായിരിക്കും ചിലപ്പോ ഭാര്യയ്ക്ക് സംസാരം എന്ന് പറയുന്നത്. ലോകം മുഴുവൻ ഒരാൾ നേടിയാലും സംസാരം മോശമായി പോയാൽ അയാൾക്ക് പിന്നെ ജീവിതത്തിൽ യാതൊരുവിധ സ്വൈര്യവും ഉണ്ടാവുകയില്ല. കഴിഞ്ഞ ദിവസം 11:30 മണിക്ക് ഞാൻ ഏതൊരു മീറ്റിംഗ് കഴിഞ്ഞ് പോകുമ്പോൾ എനിക്ക് പരിചയമുള്ള ഒരു ചങ്ങാതി ഓട്ടോറിക്ഷയിൽ ഇങ്ങനെ ഇരിക്കണത്. ഇങ്ങനെ പോകുമ്പോൾ അവനെ കണ്ടപ്പോൾ ഞാൻ റിവേഴ്സ് എടുത്ത് പോയിട്ട് ചോദിച്ചു, എന്താണ് ഇരിക്കുന്നത്? അപ്പോൾ ഓൻ്റെ ചോദ്യമോ, ശരിക്കും ആത്മഹത്യ ചെയ്തപ്പോൾ എന്താ പ്രശ്നം? അപ്പൊ ഞാൻ വണ്ടി സൈഡാക്കി. അപ്പോ ഞാൻ പറഞ്ഞ ആത്മഹത്യ ചെയ്താല് നരകത്ത് പോകേണ്ടി വരും. കാരണം തൗബ ചെയ്യാൻ കഴിയില്ലല്ലോ. വേറെ ഏത് തെറ്റാണെങ്കിലും പിന്നെ തൗബ ചെയ്യാൻ പറ്റും. അതാണ് അതിന്റെ പ്രശ്നം. ഈ പാണ്ടിലോറിന്റെ മുകളിലേക്കിട്ടും വണ്ടി കൊണ്ടുപോയി ഇടിച്ചാലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ് ഞാൻ. അപ്പൊ ഞാൻ പറഞ്ഞു, അങ്ങനെ ആണെങ്കിൽ പിന്നെ വേറെ ഏതെങ്കിലും ഒരു വഴിയാണ് നല്ലത്. കാരണം അയാൾ കുടുംബം പറ്റാൻ വേണ്ടി ലോറി ഓടിച്ച് വരികയും അയാൾ നിരഞ്ഞ് സ്വീപ്പാക്കള് വെച്ചിട്ട് ഞാനത് ഒരു തമാശക്ക് പറഞ്ഞു. ഞാൻ ഇന്ന് മഗ്‌രിബിന് ശേഷം കിട്ടിയ ആ ഓർഡറായിട്ട് ഞാൻ വരുമ്പോൾ ഞാനിത് ഏതെങ്കിലും കുത്തിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓടിച്ചത്. വളവെന്നൊക്കെ ഞാൻ സ്ലോ ആക്കാണ്ട് തിരിച്ച് അങ്ങനെ കൊണ്ട് മറിഞ്ഞ് ഇതാവട്ടെ വിചാരിച്ച് വന്നാണ്. പക്ഷെ അള്ള കാത്തു എന്ന് പറഞ്ഞു. ഞാൻ വെച്ചാൽ ആരേന്ന്? അല്ല എന്നെന്തിനാ അള്ള കാക്കണത്? എന്നെ അള്ള കാക്കേണ്ട കാര്യമില്ലല്ലോ. ഈ ജാതി മനസ്സുമായിട്ട് വണ്ടി ഓടിക്കണം എന്നെ അള്ള ആക്കോ? എന്നെ കാത്തതല്ല, ബേക്ക് കയറുവാൻ അള്ള കാത്തതാണ്. ഒരു ഫാമിലിയാണ് ബേക്കിലിരിക്കണത് എന്നാണ്. ആ ഫാമിലിനെ അള്ള കാത്തത് കൊണ്ടാണ് അത് മറിയാഞ്ഞത്. അല്ലെങ്കിൽ എന്നെ കാക്കണ പ്രശ്നമല്ല. എന്നെ അള്ള കാക്കണ പ്രശ്നമല്ല. അപ്പൊ അതിന് നാട്ടപ്പാർക്ക് റോട്ടും കുത്തിരിഞ്ഞിട്ട് ആത്മഹത്യയിൽ ഗവേഷണം നടക്കണ എൻ്റെ കൂടെ അള്ള ഉണ്ടാവും. അങ്ങനെ ചുരുക്കി പറഞ്ഞാല് ഒരു അരമണിക്കൂർ ആ ടൈപ്പ് വർത്താനം പറഞ്ഞു. അപ്പൊ എന്താ പ്രശ്നം? സംസാരം ശരിയില്ല. പുരയിലേക്ക് പോയാൽ സൗകര്യം കിട്ടുന്നില്ല. ഓൾ ഉറങ്ങിയാല് എനിക്ക് അവിടെ പോയിട്ട് ഓളെ വിളിക്കാണ്ട് അവിടെ കിടന്നാൽ മതിയല്ലോ വിചാരിച്ചിട്ടാണ് ഞാൻ മാക്സിമം നേരം വൈകി പോയി വെക്കുന്നത്. എന്നാലും പാച്ചി ചിലപ്പോൾ ഉറങ്ങിയുണ്ടാവില്ല എന്നാണ്. അതാണ് പ്രശ്നം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. എനിക്ക് പിന്നെ ഇപ്പോ ഓട്ടോറിക്ഷ കയറാൻ തന്നെ വീട് ഇത് കഴിഞ്ഞതിന് ശേഷം. കാരണം ഇവൻ എന്ത് മനസ്സും വെച്ചാ ഓടിക്കളത് നമുക്കറിയോ. പേടിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ കയറാണ്ടൊന്നും നിൽക്കണ്ട. സംഗതി അങ്ങനെ. അപ്പൊ വീട്ടിൽ പോകാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് ഞാൻ ആനുഷംഗികമായി ഈ വിഷയമായിട്ട് ബന്ധമല്ലെങ്കിലും പറഞ്ഞു പോയത്. സംസാരം നേരാവണം, വളരെ പ്രധാനമാണ്. യോഗത്തിന് പോയിട്ടോ അല്ല എന്നെ പോലെ എടോ നാട്ടിൽ പോയി പ്രസംഗിച്ച് നേരം പോകുന്നതാണെങ്കിൽ വേറെ വിഷയം. അല്ലാണ്ട് ഒരാൾ നാട്ടിൽ നിന്നും പുരയിലെത്താൻ വൈകുന്നുണ്ടെങ്കിൽ അത് പുരക്കാർ നല്ലോണം ശ്രദ്ധിക്കണം. എൻ്റെ അടുത്തേക്ക് വരാൻ നേരം വീണ് എന്തുകൊണ്ടാണ് ഇത് ആലോചിക്കണം. ഓക്കെ, ഖുർആനിൽ ഈ സംസാരത്തെ മലയാളത്തിലെ സംസാരം കേട്ടോ ഒരുപാട് സ്ഥലങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു സ്ഥലത്ത് ഇവിടെ ഇപ്പൊ പറയുന്നത് ഖൗലും മഅറൂഫ് എന്നാണ്, ഉത്തമമായ സംസാരം. നമ്മൾ സാധാരണ പറയുന്നതാണ്, ഒരാള് മോശമായിട്ട് സംസാരിച്ചാൽ നമ്മൾ അയാളോട് പറയാണ്, ഈ അങ്ങനെ എന്തിനാ അങ്ങനെ മോശമായിട്ട് അതോ ഓനോട് ഇതൊന്നല്ല പറയണ്ടേ, എനിക്ക് ഓനെ അറിയായിട്ടാണ് എന്ന് പറയില്ലേ. ചിലപ്പോ നമ്മള് ഓളോട് ഇതിനെക്കാട്ടി നന്നായിട്ട് പറയാൻ കഴിയില്ല എന്നൊക്കെ പറയില്ലേ. അങ്ങനെ ഇല്ല ശരിക്കും. കാരണം അള്ളാഹു സംസാരം നന്നാക്കാൻ പറഞ്ഞ ഒരു സന്ദർഭം മൂസാ നബിനോടാണ്. ഫിറൗന്റെ അടുത്തേക്ക് പോകുമ്പോൾ ആരാ ഫിറൗന്? പരിശുദ്ധ ഖുർആനിൽ ആ ഫിറൗനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നിട്ടില്ലേ? ഇത്ര ക്രൂരനായ
മർദ്ദകനായ ഒരു ധിക്കാരിയായ മനുഷ്യൻ. ഇന്നഹു തഗാ, അല്ലാഹു തന്നെ പറഞ്ഞത് ഓൻ പരിധി വിട്ടവനാണ്. കാലാകാലം ഓതുന്ന ഖുർആനിൽ ഓതിയ പുണ്യം കിട്ടുന്ന അറഫിലാണ് അള്ളാഹ് പറഞ്ഞത് ഫിർഔൻ ഇന്നഹു തഗാ, ഓൻ പരിധി വിട്ടവനാണ്. ഓന്റെ കഥ എന്താ? അങ്ങനെയുള്ള ഫിർഔന്റെ അടുത്തേക്ക് പോകാൻ അള്ളാഹു മൂസാ നബിയോട് പറയാൻ, അള്ളാഹ് പറയണമെന്ന് മനസ്സിലാക്കണം. വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോ നന്നായാലോ എന്ന് വിചാരിച്ച് പറഞ്ഞാൽ നോക്കാം. നന്നാവില്ല എന്നുള്ളത് അറിഞ്ഞൂടെ? 100% നന്നാവൂല, ഹിദായത്തിലാവൂല എന്ന് അള്ളാഹ്ക്ക് ഉറപ്പുള്ള ഒരാളത്തേക്ക് പോകാൻ പറയുമ്പോ ഫഖൂലാ ലഹു ഖൗലൻ ലയ്യിന, ആ വാക്കിന് എത്ര മനോഹരാണ്. ലയ്യിന അറബി ഭാഷയുടെ ഒരു പ്രത്യേകതയാണ്. ലയ്യിനായിട്ട് പറയണം, പരിക്കത്തരൊന്നും വേണ്ട. അവിടെ പോയിട്ട് ലയ്യിനായിട്ട് ഫിർഔനിനോട് പറയുമ്പോൾ നീ പറയേണ്ടത് ലയ്യിനായിട്ടാണ്. അത് നോക്കൂ. അപ്പൊ പിന്നെ ഓനോട് പിന്നെ അതിനേക്കാൾ നല്ലോണം പറയാൻ കഴിയില്ല എന്നുള്ളതിന് സ്ഥാനമുണ്ടോ? ഓളെ സ്വഭാവം അനുസരിച്ച് ഇങ്ങനെ പറഞ്ഞാൽ പോരാന്ന് പറയുന്നതിന് സ്ഥാനമുണ്ടോ? ഓളാരോ ആയിക്കോട്ടെ, ഓനാരോ ആയിക്കോട്ടെ, നമ്മുടെ വാക്ക് ഖൗലുൻ മഅറൂഫ് ആയിരിക്കണം, നല്ലത് വാക്കായിരിക്കണം. ഈനൊക്കെ സ്വർഗം എന്ന് പറയുന്നത് അത് ഇതെല്ലാം കൂടി എങ്ങനെയാ ഇപ്പൊ ഒരാൾ ചെയ്യാന്ന് വെച്ചിരുന്നു. ഒരാൾ നിങ്ങൾ ഈ പറഞ്ഞ എല്ലാം കൂടി കേട്ട് നോക്കുമ്പോ കുറച്ച് ഇടങ്ങേറുണ്ടല്ലോ. ഇതിനാണല്ലോ സ്വർഗം. സ്വർഗം എന്ന് പറഞ്ഞാൽ അതിനല്ലേ. നമ്മളിതെല്ലാം സൂക്ഷിച്ച് നമ്മളോട് മോശമാകുന്ന ആളോട് പോലും നമ്മൾ നന്നായി സംസാരിക്കുമ്പോൾ ആണ് നമ്മൾ വിജയിക്കുന്നത്. വേറൊരു ഭാഷ ഖുർആൻ പറയുന്നത് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ വഖൂലു ഖൗലൻ സദീദാ, സദീദായ ഖൗലാണ് നിങ്ങൾ പറയേണ്ടത്, നിങ്ങൾ തഖ്വയുള്ളവരായിരിക്കണം. സദീദായ ഖൗൽ ഏതാണ് എന്ന് തഫ്സീറിൽ വിശദീകരിച്ചുകൊണ്ട് പറയാണ് മുസ്തഖീമൻ ലാ ഇഅ്വിജാജ ലഹു. ആ വാക്ക് തന്നെ അതിന്റെ അർത്ഥമുണ്ട്. മുസ്തഖീം, ആ പറയണ വാക്കുകളല്ലേ മുസ്തഖീം. അതിൻ്റെ അടുക്ക് വരുമ്പോ കുണ്ടോ കുഴിയോ വളവോ ഒന്നുമില്ല, മുസ്തഖീമായിട്ടുള്ള വാക്ക് പറയണം, നേർക്ക് നേരെ. ലാ ഇഅ്വിജാജ ലഹു, ഇഅ്വിജാജ് ആ വാക്ക് തന്നെ ഉണ്ടത്. എന്താണ് ഒരു ഇഅ്വിജാജ് എന്ന് പറഞ്ഞാൽ പറയുമ്പോ ഒന്ന് തോണ്ടി, ഒന്ന് കൊളുത്തി വലിച്ച്, ഒന്നിങ്ങനെ താത്തി, അല്ലേ? നമ്മൾ പറയില്ല ആക്കി പറയാ. നിങ്ങളൊന്നല്ല, വേറെ കൂട്ടർ പറയാണ്. അതായത് പിന്നെ ചില അമ്മായിമ്മമാര് മരുക്കളോട് നിങ്ങളെല്ലാം ഞാൻ ആദ്യമേ പറഞ്ഞു, ചില അമ്മായിമ്മമാര് മരുക്കളോട് പറയുമ്പോ ഇഅ്വിജാജിലാണ് പറയാ. ഓളാകെ ബേജാറായി നിലവിളിച്ച്, അപ്പൊ മൂപ്പര് വന്ന് കയറി എന്തിനായിട്ട് ഇങ്ങനെ മോങ്ങി കുത്തിയിരിക്കണ, എന്താ എന്റെ പ്രശ്നം? അത് ഉമ്മച്ചി ഇങ്ങനെ പറഞ്ഞ് ഇങ്ങനെ പറഞ്ഞ് എന്താ അമ്മ ഞാൻ എന്താ അവളോട് പറഞ്ഞ്? അവളോട് വെച്ച് നോക്ക്, എന്തായി പറഞ്ഞ്? അത് ഇന്നതാ. അതിനിപ്പോ എന്താ കുഴപ്പോ? ഒരു കുഴപ്പമില്ല. പറഞ്ഞ വാക്ക് പറഞ്ഞു നോക്കുമ്പോ ഒരു കുഴപ്പമില്ല. പക്ഷെ ആ പറഞ്ഞ വാക്കും അറിയാം, കേട്ട ആക്കും അറിയാം, അത്ര മുന്തിയ വർത്താനല്ല, അല്ലേ? ഇതാണ് ഇഅ്വിജാജ്. അതായത് എഴുതി നോക്കിയാല് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല, പക്ഷേ എഴുതുന്നതല്ല. അന്നേരത്തെ നമ്മുടെ ശരീരഭാഷ, നമ്മുടെ സന്ദർഭം, അതിൻ്റെ ഒരു ഇപ്പോ ആന്നും പറയാ എന്നും പറയാ, രണ്ടും എഴുതുമ്പോ ആന്നേ എഴുതാൻ പറ്റുള്ളൂ. പക്ഷെ എന്ന് പറയുന്നതും എന്ന് പറയുന്നതും ഒക്കെ ഒന്ന് തന്നെ. അപ്പോ സന്ദർഭം കൊണ്ട് നമ്മൾ ഒരാൾ എന്ത് ചെയ്യാണ്? പിന്നെ നിർഭാഗ്യവശാൽ ചില പ്രഭാഷണത്തിൽ തന്നെ അങ്ങനെ സംഭവിക്കും. മുമ്പിലിരിക്കുന്ന ആൾക്കാരെ അങ്ങനെ ഒടിച്ചു കളയാം. അപ്പൊ ഇഅ്വിജാജില്ലാതെ മുസ്തഖീമായിട്ട് നേർക്ക് നേരെ പറയാം. ഇത് സദീദായ ഖൗൽ. അപ്പൊ ഖൗലുൻ മഅറൂഫ് എന്ന് പറഞ്ഞു, ഖൗലുൻ സദീദ് എന്ന് പറഞ്ഞു, അല്ലേ? ലിസാനുൽ ഫതാ നിസ്ഫുൻ വനിസ്ഫു ഫുആദുഹു. ഒരു മനുഷ്യന്റെ പകുതി അവന്റെ നാവാണ്, ബാക്കി പകുതിയാണ് അവന്റെ ഹൃദയം. രണ്ടുണ്ടെങ്കിൽ മനുഷ്യനായി. ഒരാൾ നല്ല ആളാണെന്ന് പറയുന്നത് എപ്പോഴാണ്? അയാൾ നമ്മളോട് നന്നായി സംസാരിക്കുമ്പോഴാണ്.
ഒരാൾ നല്ല ഭർത്താവാകുന്നത് എപ്പോഴാണ്? ഭാര്യയോട് നന്നായി സംസാരിക്കുമ്പോഴാണ്. ഒരാൾ നല്ല മകനാവുന്നത് എപ്പോഴാണ്? ഉമ്മയോട് നന്നായിട്ട് സംസാരിക്കുമ്പോഴാണ്. നല്ല അയൽവാസിയാകുന്നത് എപ്പോഴാണ്? നമുക്കെന്നും ബിരിയാണി വെച്ചുകൊണ്ട് തന്നിട്ടല്ല, എന്താണ്, നന്നായിട്ട് സംസാരിക്കുമ്പോഴാണ്. എല്ലാം അങ്ങനെയാണ്. ഒരാള് നമുക്ക് ഒന്നും തരുന്നില്ല, നല്ല വാക്കാണ് പറയണതെങ്കിൽ നമുക്ക് എപ്പോൾ അയാളടുത്ത് പോയി ഇരിക്കാൻ തോന്നും, അല്ലേ? അത് സംസാരമാണ് ഒരു മനുഷ്യൻ എന്ന് പറയും. പകുതിയും സംസാരമാണ്, ബാക്കി അവൻ്റെ ചിന്തകളും അവൻ്റെ തീരുമാനവും നിലപാടും ആലോചനയൊക്കെ വരുന്നുള്ളൂ. അതുകൊണ്ടാണ് അള്ളാഹു എപ്പോഴും ഇത് പറയുന്നത്, നിങ്ങൾ നല്ല വാക്കേ പറയാവൂ. സ്വതക്കയുമായി ഇതിനെ ചേർത്ത് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ പ്രശ്നം. നിങ്ങൾ ഒരാൾക്കോ ഒരു സംരംഭത്തിനോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിനെ നിങ്ങൾ എന്ത് ചെയ്യരുത്? ഉപദ്രവിക്കരുത്, ആളെടങ്ങേറാക്കി കളയരുത്, അതുമായിട്ട് അവനെ ബുദ്ധിമുട്ടാക്കരുത്. അതിനേക്കാൾ നല്ലത് നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നല്ല വാക്ക് പറഞ്ഞ് പിരിഞ്ഞാൽ മതി. അപ്പൊ അത് വ്യക്തികളോടും ബാധകമാണ്, സ്ഥാപനങ്ങളോടും ബാധകമാണ്. പള്ളിക്ക് വേണ്ടി എന്തെങ്കിലും കൊടുത്തു, മദ്രസക്ക് വേണ്ടി എന്തും ചെയ്തു, എത്തിയങ്ങാനൊക്കെ എന്തെങ്കിലും കൊടുത്തു, അതിനൊക്കെ അത് ബാധകമാണ്. അപ്പൊ ബാക്കിയുള്ളവര് ഇദ്ദേഹത്തെ പിന്നെന്ത് ചെയ്യേണ്ടി വരിക? അങ്ങനെ കൊണ്ടെടുക്കേണ്ടി വരില്ല. അത് കൊടുത്ത അപ്പൊ അതുകൊണ്ടാണ് വിട്ടുകൊടുക്കുക എന്ന് പറയും. വിട്ടുകൊടുക്കുക, കൊടുക്കുക മാത്രല്ല വിട്ടുകൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാൻ വേണ്ടിയിട്ട് ഒരു യാത്രാ സംഘം വന്നു. തജീബ് ഗോത്രത്തിൽ നിന്ന് വന്നതാണ്. റസൂലുള്ള വന്ന ആൾക്കാർക്കൊക്കെ എന്തൊക്കെ സമ്മാനമൊക്കെ കൊടുത്തു. അത് സുന്നത്താട്ടോ, വന്ന ആൾക്ക് എന്തെങ്കിലും കൊടുക്കരുത്. പണ്ടുണ്ടായിരുന്നു അല്ലേ, ചീരാമുളകെങ്കിലും പറിച്ച് കൊടുക്കാനും പുരയിൽ വരുന്നവർക്ക്. അപ്പോ ഈ വന്ന ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കാന്ന്, അപ്പൊ അതങ്ങനെ ഒരുപാട് സമ്മാന പൊതിയും ഭയങ്കര സംഭവം ഉള്ളത് കൊടുക്കലാണ്. അതൊരു കുറ്റിപ്പെൻസിലാണെങ്കിൽ ഒരാൾ തന്നാൽ അതിനെ മാനിക്കണം എന്നാണ്. ഇതാപ്പോ എന്നും പറയാൻ പാടില്ല. എല്ലാവർക്കും സമ്മാനം കൊടുത്ത റസൂലുള്ള ചോദിച്ചു, നിങ്ങളെ കൂടുതൽ ഇനി ആരെങ്കിലും ഉണ്ടോ? അപ്പൊ അവര് പറഞ്ഞു, ഒരു പയ്യനുണ്ട്, വാഹനങ്ങൾക്കൊക്കെ കാവൽ വെക്കുന്നു. വാഹനം എന്ന് പറഞ്ഞാൽ അവരെ ഒട്ടോ കുതിരയൊക്കെ ആയിരിക്കും. ഒരു പയ്യനുണ്ട് എന്ന്. അവനോട് വരാൻ പറയാം. അവർക്ക് ഓനൊരു പയ്യനാണ്. റസൂലുള്ള വിളിച്ചു, വരാൻ പറഞ്ഞു. വന്നിട്ട് ചോദിച്ചു, മോനെ നിനക്ക് എന്താണ് ഞാൻ തരേണ്ടത്? നിന്നെ എങ്ങനെയാ ഞാൻ സന്തോഷിപ്പിക്കേണ്ടത്? റസൂലുള്ള എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നു. ഓന് മറ്റവരെ കൈമേലുള്ള പൊതിയൊന്നുമല്ല. ഉടനെ റസൂലുള്ള പ്രാർത്ഥിച്ചു, അല്ലാഹുവേ നീ ഇവനെ ഒന്നായി മരിപ്പിക്കണേ. പോയി. അപ്പൊ കൂടെ ഉള്ളവർ ചോദിച്ചു, എന്താ ഒന്നായി മരിക്കുക എന്നാൽ? എല്ലാവരും അങ്ങനെ തന്നെയല്ലേ മരിക്കണേ? മരിക്കുമ്പോൾ ഒന്നായിട്ടൊക്കെ മരിക്കൽ തന്നെയല്ലേ, അല്ലാണ്ട് പിന്നെ അങ്ങനല്ല. ഈ ആഗ്രഹങ്ങളും മോഹങ്ങളും ദുനിയാവിലെ പലേതിൻ്റെ മുകളിലും കൊളുത്തി വെച്ച് മരിക്കുമ്പോൾ ഒന്നിച്ചങ്ങ് പോകാൻ കഴിയാതെ കൊളുത്തി വലിച്ചിട്ട് പോകേണ്ട ഒരു അവസ്ഥ ഉണ്ട്. ഭൗതികമായ ദുന്യവിയായ കാര്യങ്ങളിൽ നമ്മുടെ മനസ്സുടക്കി പലയിടത്തുമാണ് ഉള്ളതെങ്കിൽ ഒറ്റപ്പോക്ക് പോകാൻ കഴിയില്ല. മനസ്സിലായോ? അപ്പോ എല്ലാത്തിനും മുകളിലായിരിക്കും ഉണ്ടാവുക. പിന്നെ കുറെ കാലം കഴിഞ്ഞിട്ട് ചോദിച്ചു, നിങ്ങളെ കൂട്ടത്തില് പിന്നെ ഈ ടീമിനെ യാത്രാ സംഘത്തൊക്കെ ഉണ്ടാവും, ഞങ്ങളെ കൂട്ടത്തിൽ അന്നൊരു പയ്യനല്ലേ, എന്താ? അപ്പൊ പറയണ, അവനെ പോലെ തൃപ്തിയോടെ ജീവിക്കുന്ന ഒരാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. ഗിന എന്ന് പറയുന്നത് ഗിന നഫ്സ്, മനസ്സിന്റെ ഐശ്വര്യമാണ് യഥാർത്ഥ ഐശ്വര്യം. മനസ്സിന് ഐശ്വര്യം ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കുറച്ച് കിട്ടിയാലും അൽഹംദുലില്ലാഹ് അതിൽ വലിയ റാഹത്തായിരിക്കും. മനസ്സിൽ ഗിന ഇല്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഒരു കണ്ടെയ്നർ സ്വർണം കൊണ്ടുവന്നാല് ഓല് ചോദിക്കും അടുത്ത വണ്ടി എപ്പോഴാണ് വരിക. കാരണം ഓൽക്ക് ഇത് പ്രയോജനപ്പെടുത്താനെ കുറിച്ച് ആയിക്കോലെ ചിന്തിക്കുക, ഇനി എങ്ങനെ വേറെ കിട്ടുക എന്നുള്ളതിനെ കുറിച്ച്. അതാണ് വ്യത്യാസം. അപ്പൊ മനസ്സിന്റെ ഗിന എന്ന് പറയുന്നത് വളരെ പ്രധാനമാണ്. രണ്ട് കാര്യമാണ് ഈ കഥ പറഞ്ഞതിലൂടെ ഞാൻ ഉദ്ദേശിച്ചത്. ഒന്ന് ഗിന എന്താണെന്ന് പറയൽ, രണ്ടാമത്തത് നമ്മൾ വിട്ടുകൊടുക്കുക എന്ന് പറയുന്ന സംഗതി. മനസ്സിന് അത്തരം സംഗതി. അപ്പൊ നമ്മൾ ഒരാൾക്കൊരു ദാനം കൊടുത്താൽ നമ്മളിൽ നിന്ന് അത് പൂർണ്ണമായിട്ട് അങ്ങോട്ട് കൊടുത്തേക്കണം, വിട്ടുകൊടുക്കണം.
ഇത് സാധനം കൊടുക്കുന്നതിന് മാത്രം ബാധകമല്ല, സേവനം ചെയ്യുന്നതും ഇതുപോലെയാണ്. സേവനം ചെയ്യാന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ട്. അപ്പോ ആസ്പത്രി കിടന്നപ്പോ ഞാൻ പോയി നീനും, എന്നിട്ട് എനിക്ക് സുഖമില്ലായിട്ട് 2 ആഴ്ചയായി, ഓളൊന്നും തിരിഞ്ഞും കൂടി നോക്കിയില്ല. ഇതൊക്കെ സാധാരണ നമ്മൾ പറയുന്ന കാര്യങ്ങളാണ്. അതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ആസ്പത്രിയിൽ പോയി നിന്നത് ഞാനിപ്പോഴും വിട്ടിട്ടില്ല, ഞാനത് ഇങ്ങോട്ട് കൊടുത്തിട്ടില്ല. ആ സേവനം ഞാൻ ഇപ്പോഴും എന്ത് ചെയ്യാണ്? ഞാൻ ഇപ്പോഴും ആ സേവനം പിടിച്ചു വെച്ചിരിക്കുകയാണ്, കൊടുത്തിട്ടില്ല. കൊടുത്തിട്ടാണെങ്കിൽ പിന്നെ എനിക്കത് വേറൊരു സങ്കടവും സംഗതിയൊന്നും ഉണ്ടാവൂല. അവളും കൂടെ ചെയ്താലോ ചെയ്തില്ല അതൊന്നും എന്റെ വിഷയമല്ല, നമ്മളെ മാറ്ററല്ല. അപ്പോൾ സ്വതക്ക നിങ്ങൾ പൂർണ്ണ സ്വതന്ത്രമായ രീതിയിൽ വിട്ടുകൊടുക്കണം. പിന്നീട് അതിൻ്റെ മേൽ പറയരുത്. അള്ളാഹു പറയാണ് നല്ല ഒരു ഉദാഹരണം. എന്താണ് ഉദാഹരണം അറിയുമോ? ഒരു പാറ. അപ്പോൾ മരുഭൂമിയിലൊക്കെ കാണുന്നൊരു സംഗതിയാണ്, കാറ്റടിച്ചാലേ മണലിങ്ങനെ പാറി വേറെ സ്ഥലത്ത് പോയി. അപ്പൊ അവിടെ ഒരു കൂമ്പാരം പോലെ, ഒരു മല പോലെ ആവും. വേറൊരു കാറ്റടിച്ചാൽ ആ മല അവിടെ നിന്ന് വേറെ സ്ഥലത്ത് പോകും. അപ്പൊ നമ്മൾ നേരത്തെ കണ്ട മല അവിടെ ഉണ്ടാവില്ല, അത്രയും മണൽക്കാറ്റ് ശക്തമായിരിക്കും. ഇതൊരു വലിയ പാറ. ആ പാറന്റെ മുകളിൽ കുറച്ച് മണ്ണ് വന്നടിഞ്ഞു. കുറച്ച് ഈർപ്പം തട്ടിയപ്പോ അവിടെ ഒരു പക്ഷേ പുല്ല് മുളച്ചു. കണ്ടാൽ നല്ല ഫലഭൂയിഷ്ടമായ നല്ല മണ്ണ്, എത്ര മനോഹരമാണ്. പക്ഷേ ഒരു മഴ പെയ്തപ്പോൾ എന്ത് സംഭവിച്ചു? ഈ മണ്ണൊക്കെ കുത്തിയൊലിച്ചങ്ങ് പോയി. ആ മണ്ണ് കുത്തിയൊലിച്ചു പോയപ്പോൾ പിന്നെ അവിടെ പാറ ബാക്കിയായി. കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞില്ലേ, കാക്ക പാറി വന്നു, പാറ മേലിരുന്നു, കാക്ക പാറിപ്പോയി, പാറ ബാക്കിയായി. വന്ന കാക്ക പറന്നങ്ങ് പോയി, പാറ പാറായിട്ട് തന്നെയാണ്. അപ്പൊ ഇവൻ നൽകിയ സ്വതക്കകളും ദാനധർമ്മങ്ങളും ഒക്കെ പാറപ്പുറത്തെ മണ്ണ് പോലെയായിരുന്നു. ഓനത് കൊടുക്കുന്നത് കണ്ടപ്പോ അത് വലിയൊരു സംഭവമായിട്ടാണ് അനുഭവപ്പെട്ടതെങ്കിലും അവൻ അതിനെ പിന്തുടരുകയും എടുത്തു പറയുകയും ശല്യപ്പെടുത്തുകയും ചെയ്യുമ്പോഴാണ് മനസ്സിലായത് അത് ആ പാറന്റെ മുകളിലുള്ള ഒരു ഇത്തിരി മണ്ണായിരുന്നു. അത് പോയപ്പോ അവൻ പിന്നെ കൽ ഹിജാറ, കരിങ്കല്ല് പോലെ ആയിരുന്നു. പാറന്നെയാണ്. അപ്പൊ ഇത് വളരെ വലിയ ഒരു പാഠമാണ് നമുക്ക് നൽകുന്നത്. സ്വതക്ക ചെയ്യുന്നവരും സക്കാത്ത് കൊടുക്കുന്നവരും സൽക്കർമ്മം ചെയ്യുന്നവരും ജാഗ്രത കാണിക്കേണ്ട കാര്യമാണിത്. ഒരു സ്വതക്കയും ചെയ്യാത്ത ഒരാൾക്ക് അല്ല ഈ ആയത്തുകൾ. കാരണം എന്താ? ഈ പ്രശ്നമില്ലല്ലോ, അതുപോലെ ഏതായാലും ചെയ്യുന്നില്ല. പക്ഷെ ചെയ്യുന്നവർ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമാണ്. അത് എടുത്തു പറഞ്ഞ് ഒരു 4 എന്നോ പൂരിപ്പിച്ചു കൊടുത്തേക്കും, പിന്നെ ഓനൊരു സൗകര്യവുമില്ല. ഞാനല്ലേ പൂരിപ്പിച്ചെന്ന് ഞാൻ ചോദിച്ചോണ്ട്. എന്നിട്ട് കുറച്ചുകൂടി ഗൗരവത്തിലാണ് കേട്ടോ. അള്ളാഹു പറയാ, ലാ യഖ്ദിറൂന അലാ ശൈഇൻ മിമ്മാ കസബൂ വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ കാഫിരീൻ. അല്ലാഹു തആല കാഫിറുകൾക്ക് വഴി കാണിച്ചു കൊടുക്കൂല. എന്താ ഇവിടെ കാഫിറിന്റെ അർത്ഥാനം? ഇവിടെ ദാനധർമ്മത്തെ കുറിച്ചും എടുത്തു പറയണതിനെ കുറിച്ചൊക്കെ അല്ലേ പറഞ്ഞത്. അതുകൊണ്ട് കാഫിറിന്റെ വർത്താനം പറയണ എന്താ? അതാണ് പ്രശ്നം. അല്ലാഹു തആല അവർക്ക് ലാ യഖ്ദിറൂന, അവർക്ക് സാധ്യമല്ല, ലാ ഷൈഇൻ, ഒന്നിനും, മിമ്മാ കസബു, അവർ നേടിയത്, അതായത് അവർ അധ്വാനിച്ചതിന്റെ ഫലമൊന്നും അനുഭവിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. തൊട്ടുടനെ പറയാണ്, അള്ളാഹു സത്യനിഷേധികളായ ജനത്തെ നേർവഴിയിലാക്കുകയില്ല. ഇവിടെ ആരാ സത്യനിഷേധി? ഇവിടെ ആരെ പറ്റിയ കാഫിർ എന്ന് പറഞ്ഞത്? അതാണ്. അപ്പൊ ഈ വളരെ ഗൗരവത്തിലാണ് അപ്പൊ വിഷയങ്ങളുള്ളത്. നിങ്ങളെ ഭാഗത്തുനിന്ന് സംഭവിച്ചു പോകുന്ന ഒരു ചെറിയ സ്ഖലിതമായിട്ടല്ല ഈ പറയുന്നത്. ഇത് കുഫറായിട്ടാണ് പറയുന്നത്. അത്ര ഗൗരവമുണ്ടതിന്. അങ്ങനെ ഒരു മിനിറ്റ്. അപ്പൊ കുഫറായിട്ട് പറയുമ്പോൾ അത്രയും ഗൗരവം ഇതിനുണ്ട്. അപ്പൊ എന്താ കാര്യം? ഇതൊരു മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയാണ് സൂചിപ്പിക്കുന്നത്.
ഒരാൾക്ക് നിങ്ങളൊരു സഹായം ചെയ്തു കൊടുക്കുന്നു, ഒരു സദഖ നൽകുന്നു, ഒരാൾക്കൊരു സേവനം ചെയ്തു കൊടുക്കുന്നു, അത് വാങ്ങാൻ നിർബന്ധിതനായ ഒരു മനുഷ്യന്റെ നിസ്സഹായമായൊരവസ്ഥയുണ്ട്. നിങ്ങളത് എടുത്തു പറഞ്ഞാൽ അയാൾക്കൊന്നും ചെയ്യാൻ കഴിയില്ല, ഒരു കാലത്തും കഴിയില്ല. ഇനി അയാളിപ്പോ കോടീശ്വരനായി, എന്നാലും പണ്ട് അയാൾക്ക് വിസ വന്നപ്പോൾ പാസ്പോർട്ട് എടുക്കാൻ നിങ്ങൾ പൈസ കൊടുത്തതിനെ പറ്റിയാ പറയണതെങ്കിൽ അയാൾ എന്ത് ചെയ്യാനാണ്? ഒന്നും ചെയ്യാനില്ല. അപ്പൊ അയാൾ എത്തിപ്പെടുന്ന നിസ്സഹായാവസ്ഥയിൽ അള്ളാഹു എന്ത് ചെയ്യാണ്? അതിനെ പ്രശ്നവൽക്കരിക്കുകയാണ് നമ്മുടെ മുമ്പിൽ. നിങ്ങൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. എന്താണ്? അത് നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മളെ സക്കാത്ത് കമ്മിറ്റികള്, മഹല്ല് ഒക്കെ കൊടുക്കുന്നതിൻ്റെ ഒക്കെ വീഡിയോ എടുക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നതിനെ കുറിച്ച് അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ ഖുർആൻ തന്നെ 2 തരം ദാനത്തെ കുറിച്ച് പറയുന്നു. സിറം വഅലാനിയ, രഹസ്യമായിട്ട് ഉള്ളതും ഇഅ്ലാൻ എന്ന് പറഞ്ഞാൽ അഡ്വർടൈസ്മെന്റ് എന്നാണ്. അപ്പോ പരസ്യമായിട്ട് കൊടുക്കുന്ന ദാനവും രഹസ്യമായിട്ട് കൊടുക്കും. അപ്പോൾ ഒരു കൈ കൊടുക്കുന്നത് മറ്റേ കൈ അറിയരുത് എന്ന് പറയുന്നതാണ് വ്യക്തിപരമായ സ്വതക്കകൾക്ക് ഏറ്റവും നല്ല ഓപ്ഷൻ. അതുതന്നെയാണ് ചെയ്യേണ്ടത്. ഒരു കൈ കൊടുക്കുന്നത് വേറെ കൈ അറിയാതെ കൊടുക്കുക എന്ന് പറയുന്നത് തന്നെ. അതേസമയത്ത് പൊതു സംരംഭങ്ങൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ്. കാരണം ഖുർആൻ തന്നെയാണത് അലാനിയ എന്ന് പറഞ്ഞിട്ടുള്ളൂ. അതിന് 1-2 കാര്യങ്ങൾ അതിലുണ്ട്. ഒന്നെന്താന്ന് വെച്ചാൽ അതിൻ്റെ ഒരു സുതാര്യത. പൊതു ഫണ്ടാണ്. ആ പൊതു ഫണ്ട് ഒരു ഭാരവാഹി ഇങ്ങനെ സ്വകാര്യമായിട്ട് വിതരണം ചെയ്യേണ്ടതല്ല. രണ്ടാമത്തെ കാര്യം, അത്തരം നന്മകൾ പ്രോത്സാഹിപ്പിക്കപ്പെടുക എന്ന് പറയുന്നതും വലിയൊരു സംഗതിയാണ്. നന്മയിൽ മത്സരം ഉണ്ടാവുക എന്നതും നല്ല കാര്യമാണ്. അപ്പൊ നിങ്ങൾ നോക്കൂ, ഇവിടുത്തെ മുസ്ലിം സംഘടനകൾ തമ്മിൽ മത്സരബുദ്ധിയോടെ പണിയെടുത്തുകൊണ്ടല്ലേ നമുക്ക് നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ഉണ്ടായത്, നമ്മുടെ നാട്ടിൽ പുരോഗതി ഉണ്ടായത്. എന്തുകൊണ്ടാണ്? അതിൻ്റെ എല്ലാ ദോഷങ്ങളും സംഗതികളും ഉള്ളതോടൊപ്പം അതിലുള്ളൊരു നന്മയെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇവിടെയുള്ള സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ് എല്ലാവരും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയതുകൊണ്ടാണല്ലോ നമുക്ക് കുട്ടികൾക്ക് പഠിക്കാൻ കഴിഞ്ഞു. അതിൻ്റെ ദോഷങ്ങളുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഉമ്മാമ കുറ്റ്യാടി ഭാഗത്തുള്ളൊരു പെണ്ണുങ്ങൾ ഇതുവായിരുന്നു, പഠിച്ചവനെ ഒന്നുകൂടി വളരണേന്ന്. കാരണം കഴിഞ്ഞെല്ലാം 1 കിറ്റാണ്, കൊല്ലം 2 ആയപ്പോൾ 2 കിറ്റ് കിട്ടിയപ്പോൾ ഉമ്മാമ പറഞ്ഞാണ് ഒന്നുകൂടി വളരണേറ്റുങ്ങൾ. കാരണം എന്നാൽ 1 കിറ്റ് കൂടി കിട്ടും എന്നുള്ള ആൾക്ക് അങ്ങനെ അത് വരക്കണവരും ഉണ്ടാവും. കാരണം മത്സരിച്ചിട്ട് കൊടുക്കുക. ആദ്യം ഒരു ഒന്നിയത്തിൻ്റെ ഇറച്ചി 1 പൊതി, ഇപ്പം 2 പൊതികൾ, 2 ടീമുണ്ട്. 2 ദിവസം പെരുന്നാളും കൂടി ആയപ്പോൾ ഇതിന് കൂടുതൽ സന്തോഷമായി. കാരണം ഇന്നലെയും കിട്ടി, ഒന്നും കിട്ടി. അതതിൻ്റെ ദോഷമാണ്. അതേ സമയത്ത് നന്മ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എത്ര കോഴ്സുകൾ, എത്ര അറബി കോളേജ്, എത്ര യൂണിവേഴ്സിറ്റി, എത്ര സ്ഥാപനങ്ങൾ, എത്ര പള്ളികൾ. അപ്പോൾ അതിൻ്റെതായ ഒരു ഫലം സമൂഹത്തിന് കിട്ടും. നന്മയുടെ മത്സരമാണ്. പക്ഷെ അതിൽ നമ്മൾ കാണിക്കേണ്ട ഒരു സൂക്ഷ്മത എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഗുണഭോക്താക്കളെ പ്രദർശിപ്പിക്കാതെ ചെയ്യാൻ പറ്റുമോ എന്ന്. കഴിഞ്ഞ ദിവസം ഞങ്ങൾ കട്ടിപ്പാറയിൽ ഒരാൾക്ക് ഒരു ഓട്ടോറിക്ഷ കൊടുത്തു. ഡ്രൈവർ എവിടെയും കാണിച്ചിട്ടില്ല. അപ്പോൾ കൊടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റിനാണ്. താക്കോൽ കൊടുത്തത് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കയ്യിൽ. അപ്പോൾ പഞ്ചായത്ത് പ്രസിഡന്റ് ആ താക്കോൽ ഏറ്റുവാങ്ങി. വേറെ ആൾക്കൊരു പശുവിനെ കൊടുത്തു. അതിൻ്റെ ഇത് കൊടുത്ത് ഏൽപ്പിച്ചത് വാർഡ് മെമ്പർക്കാണ്. അപ്പൊ അവര് ജനപ്രതിനിധികൾ എന്നുള്ളവർക്ക് ആളുകളുടെ മുമ്പിൽ അത് ഏറ്റുവാങ്ങട്ടെ. അപ്പൊ ഇവരുടെ അഭിമാനത്തിന് പ്രശ്നവും പറ്റുന്നില്ല. എന്നാൽ അതേ സമയത്ത് പരസ്യമായിട്ട് അത് ചെയ്യുകയും ചെയ്തു. അപ്പൊ അത് തന്ന ആൾക്കാർക്കുള്ളൊരു റെസീറ്റ് കൂടിയാണ്, അതോടൊപ്പം അത് പ്രോത്സാഹനമാണ്. അപ്പൊ നിങ്ങൾ ഓരോ ഓട്ടോറിക്ഷ എടുത്താൽ ഞങ്ങൾ 2 കൊടുക്കും എന്ന് പറയുകയാണെങ്കിൽ 3 ആൾക്ക് ഓട്ടോറിക്ഷ കിട്ടിയില്ലേ. അപ്പൊ നന്മകളിലുള്ള മത്സരം നല്ലതാണ്. അപ്പൊ അത് പരസ്യപ്പെടുത്തുക എന്നത് ആ അർത്ഥത്തിൽ ആണ്. അതേ സമയത്ത് ആളുകളെ ഉപദ്രവിക്കാൻ, ശല്യപ്പെടുത്തുക. പക്ഷെ അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, നമ്മൾ കൊടുക്കുന്ന ഒരു ഉന്തുവണ്ടിന്റെ മുകളിൽ ഇന്ന ഇസ്ലാം സംഘം വക എന്ന് വലിയ ബോർഡ് വെച്ചിട്ട് ഈ വാങ്ങാൻ വരുന്നവരെല്ലാവരും ഇത് പോലും തന്നാലേ എന്ന് ചോദിക്കുന്ന രീതിയിലേക്ക് ഭയങ്കരമായ പരസ്യം ചെയ്ത് ആളെന്ത് ചെയ്യരുത്, പ്രയാസപ്പെടുത്താതിരിക്കുക, ബുദ്ധിമുട്ടാക്കാതിരിക്കുക എന്നതാണ്. അപ്പൊ ഇത് ഗൗരവപ്പെട്ടൊരു കാര്യമാണ്. കൊടുക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് എനിക്ക് കൊടുക്കാനുള്ള ഒരവസരം ലഭിച്ചിരിക്കുന്നു എന്ന നിലക്കാണ്. അങ്ങനെ മനസ്സിലാക്കുന്നവരുണ്ട് കേട്ടോ.
എനിക്ക് പരിചയമുള്ള ആൾക്കാരുണ്ട്. അതായത് നമ്മളൊരാളെ അങ്ങോട്ട് പിരിവിന് പറഞ്ഞാക്ക് ആളാരാന്ന് ചോദിക്കരുതേ. പിരിവിനുള്ളവർ പിന്നെ ഉടനെ ചോദിക്കുന്ന ആള് പേര് എനിക്ക് പറഞ്ഞുതരും. അപ്പോൾ അവർക്ക് വലിയ സന്തോഷമാണ്, വിളിച്ചു പറയും അൽഹംദുലില്ലാ നിങ്ങൾ ഒരാളെ പറഞ്ഞു വെച്ചു. അതുകൊണ്ട് എനിക്ക് സദഖ ചെയ്യാൻ ഒരവസരം കിട്ടി. കാരണം ഞാൻ ഈ പൈസയും ഇവിടെ വെച്ച് ഒത്തിട്ട് എന്താ കാര്യം? അപ്പൊ അത് കൊടുക്കാൻ ഒരവസരം കിട്ടി. അങ്ങനെ കാണുന്നവരുണ്ട്. ചില ആളുകൾ നമ്മളെ വിളിച്ചിട്ട് പറയും ഇത്ര പൈസ ഉണ്ട്, ഇത് നിങ്ങൾ സാധുക്കൾക്ക് കൊടുത്താളി. അപ്പൊ അവർക്ക് കൊടുക്കാൻ സാധുക്കൾ അവർ കാണായിട്ടല്ല. അപ്പൊ എന്താന്ന് വെച്ചാൽ ഞാൻ കൊടുത്തിട്ട് അവർക്ക് എന്നോട് ഒരു വിധേയത്വം തോന്നണ്ട, അവരെ കാണുമ്പോൾ എനിക്കും ഒരു ഉടമബോധം തോന്നണ്ട. അപ്പൊ അതുകൊണ്ട് അറിയാതെ കൊടുക്കുന്നവരുണ്ട്. അങ്ങനെയൊക്കെ നല്ല മനുഷ്യന്മാരുള്ളതുകൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഈ ലോകപ്പോടകിന് നിലനിൽക്കുന്നത്. പിന്നെ കന്നുകാലികളും, പാവങ്ങളായ കന്നുകാലികളും ഉണ്ട്. പിന്നെ ഇങ്ങനത്തെ കുറെ നല്ല മനുഷ്യന്മാരുള്ളത് കൊണ്ടാണ് ഈ ലോകം ഇങ്ങനെ നിലനിൽക്കുന്നത്. ഇല്ലെങ്കിൽ ഇതെപ്പോഴോ അടിമേൽ മറിഞ്ഞു പോവുകയായിരുന്നു. ഓക്കെ, ഇൻഷാ അല്ലാഹ് അവസാനിപ്പിക്കുകയാണ്. പിന്നെ 263, 264 ആയത്തുകളിലാണ് ഈ കാര്യങ്ങൾ പറഞ്ഞത്. വളരെ വലിയ ഒരു ദുസ്വഭാവത്തെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് എടുത്തു കളയാനുള്ള ആഹ്വാനമാണ് ഇത്. സദഖ ചെയ്യുമ്പോൾ, നന്മ ചെയ്യുമ്പോൾ ആ നന്മ കൊണ്ട് ആളെടങ്ങേറായി പോകാതിരിക്കുക എന്ന കാര്യം ശ്രദ്ധിക്കണം. കൊടുക്കുന്നതും നല്ലത് കൊടുക്കണം, കൊടുക്കുന്നതും നല്ലത് കൊടുക്കണം. അടുത്ത പുരയിൽ എന്തോ ആവശ്യത്തിന് പോയപ്പോഴാണ് ഒരാവിടുന്ന് ഇങ്ങനെ ഒരു പുതിയ സ്റ്റവ് വാങ്ങണതിനെ കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താ ചർച്ച ചെയ്യുന്ന വെച്ചാൽ സ്റ്റവ് വാങ്ങും, അത് ഞാൻ തരാമെന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് സ്റ്റവ് വേറെ വാങ്ങാൻ പറ്റുമോ? പറ്റൂല. പക്ഷെ നമ്മൾ കൊടുക്കണ ഏതാണ്? നമ്മളെ പുരയിൽ നല്ലത് വാങ്ങിയപ്പോൾ ഒഴിവാക്കിയത്. അപ്പൊ എന്നിട്ട് അതും കൊണ്ട് എന്താ ഇടങ്ങേറാവുക. അതിനേക്കാൾ നല്ലത് ഇത് സ്ക്രാപ്പിന് വിറ്റിട്ട് കിട്ടുന്ന പൈസ ഒക്കെ കൊടുത്തിരുന്നെങ്കിൽ അത് ഉപകാരമാവുമായിരുന്നു. ഇങ്ങനെ നല്ലത് കൊടുക്കുമ്പോൾ നല്ലത് കൊടുക്കുക, കൊടുത്തു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും കൊടുക്കുക, കൊടുത്തത് പിന്നെ എടുത്തു പറഞ്ഞ് ഉപദ്രവിക്കാതിരിക്കുക. ഇത്രയുമാണ്. ഇന്ന് എനിക്ക് വളരെ പ്രധാനപ്പെട്ട എൻ്റെ ഒരു ഉസ്താദ് മരിച്ച ദിവസമാണ്. അപ്പൊ ഇന്നിപ്പോ 8:30 മണിക്ക് EN അബ്ദുള്ള മൗലവി 8:30ക്കാണ് നിസ്കാരം ഇന്ന് രാവിലെ. ഞാൻ ആദ്യം ആലോചിച്ച് പോയാലും പിന്നെ ക്ലാസ് മുടങ്ങണ്ട വിചാരിച്ചു ഇന്നലെ രാത്രി പോയി നിസ്കരിച്ചു വന്നതാണ്. അപ്പോ ചെറുവാടിയാണ് താമസിക്കുന്നത്, ചേന്നമംഗല്ലൂരാണ്. ശരിക്കും അവര് ബേസ് ഏഴിമലയാണ്. ഏഴിമല പണ്ടൊരു വളരെ പ്രസിദ്ധനായ ഒരു മുസ്ലിയാരുണ്ടായിരുന്നു, ഏഴിമല. അപ്പൊ അദ്ദേഹത്തിന്റെ മക്കളാണ് ഇവരെല്ലാവരും പണ്ഡിതന്മാരാണ്. എന്നെ ഏതോ ഒരു കോളേജിലൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ഞാൻ ഉസ്താദ് എന്നായിരുന്നു വിളിക്കലും. ആ അർത്ഥത്തിൽ തന്നെ ഉള്ളൊരു ബന്ധുവായിരുന്നു. അപ്പോ പിന്നെ ജുമാ ഖുതുബ നടത്തി കഴിഞ്ഞ് പോയപ്പോൾ പള്ളി കമ്മിറ്റിയുള്ളവർ വെച്ച് നിങ്ങൾ അടുത്ത ആഴ്ച ഉണ്ടാവില്ല ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി ഞാനില്ല, നിങ്ങൾ നടത്തിക്കൊള്ളി എന്ന് പറഞ്ഞിട്ട് പോയതാണ്. മഗ്‌രിബിന് ശേഷം എന്നാൽ ഹജ്ജ് വരണമെന്ന് പറഞ്ഞു. ഹജ്ജ് യാത്രയപ്പിന് പോയി ക്ലാസ് നടത്തി. ഇന്നലെ രാവിലെ ചെന്നൂർ അങ്ങാടിയിൽ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങി ഓട്ടോറിക്ഷ വിളിച്ച് വീട്ടിലേക്ക് പോയി. ഇതിന് പ്രത്യേകത ഓട്ടോ ഡ്രൈവർമാര് താഴെ തട്ടിലുള്ള ആൾക്കാരൊക്കെ ആയിട്ട് നല്ല കമ്പനിയാണ്. സാധാരണ ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അങ്ങനല്ല, ഇവരോടൊക്കെ നല്ല കമ്പനിയാണ്. അപ്പോൾ ഓട്ടോറിക്ഷയോടൊക്കെ തമാശയൊക്കെ പറഞ്ഞ് അതിന്റെ ശേഷമാണ് വേദന വന്നതും ആസ്പത്രി കൊണ്ടുപോയി. ആസ്പത്രി എത്തുമ്പോഴേക്ക് തന്നെ മരിച്ചു. അപ്പോൾ പ്രവർത്തന മാർഗത്തിൽ അദ്ദേഹത്തിന്റെ ഇൽമ് നൽകുന്ന വിഷയത്തിൽ അവസാനം വരെ ഉള്ള പണി. ഇവരെ ക്ലാസ്സിൽ ഇരുന്നാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുള്ള സൂചനകൾ തരുന്ന ഒരു രീതിയാണ് അവർക്ക്. അങ്ങനെയുള്ളവരോട് ക്ലാസ് എടുക്കും കേട്ടോ. നമ്മൾക്കോ ക്ലാസ് എടുക്കുകയാണെങ്കിൽ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വിഷയം അതിൻ്റെ അവസാനം വരെ വിശദമായിട്ട് പറഞ്ഞിരുന്നതിന് പകരം അതിൻ്റെ കീ തരും നമ്മളെ കയ്യിൽ. ഇന്ന ആയത്ത്, ഇന്ന കിതാബ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മളൊന്ന് പണിയെടുക്കാൻ തയ്യാറായാൽ ഒരുപാട് സാധനം കിട്ടുന്ന അതിൻ്റെ ഇത് ആണ് തരും. അള്ളാഹു സ്വീകരിക്കുമാറാകാം. അപ്പോൾ പിന്നെ ഞണ്ടാടി വേങ്ങേരിയിലൊരു മരണം ഉണ്ടായി. അസീസ്ക കഴിഞ്ഞ ഹജ്ജ് ക്യാമ്പിൽ MSSൽ വന്നപ്പോൾ എന്നോട് ഒരുപാട് സംസാരിച്ച്, ക്യാമ്പൊക്കെ കഴിഞ്ഞ് പോകുമ്പോൾ നന്നായി സംസാരിച്ചു. അദ്ദേഹം ഹജ്ജിന് ഡേറ്റൊക്കെ കിട്ടിയതിന് ശേഷമാണ് ഇപ്പോൾ മരിച്ചത്. അപ്പോൾ മയ്യത്താൾ വെച്ചിട്ട് ജമാൽ സാഹിബ് ഇങ്ങനെ പറയുന്നുണ്ട് എല്ലാ കാര്യങ്ങളും പുറത്തു കൊടുക്കാനൊക്കെ. അപ്പം ഞാൻ വിചാരിക്കുകയാണ് അദ്ദേഹത്തിനെ സംബന്ധിച്ച് വേണ്ടല്ല. മൂപ്പരൻ എന്ത് ചെയ്തിട്ടുണ്ട്? ഹജ്ജിന് പോകാൻ വേണ്ടിയിട്ട് ആണെങ്കിൽ പോലും എല്ലാവരോടും പോയിട്ട്
അതൊരു വലിയൊരു ഭാഗ്യമാണല്ലോ. നേർക്ക് നേരെ പോയിട്ട് പൊരുത്തപ്പെടാനൊക്കെ പറഞ്ഞ് എല്ലാവരോടും എന്തൊക്കെ നന്നാക്കി സാമ്പത്തിക ഇടപാടൊക്കെ തീർത്ത് ഒക്കെ ക്ലീൻ ആയി നിൽക്കുമ്പോൾ അങ്ങ് വെച്ച്. അപ്പോൾ അങ്ങനെയാണ്. അപ്പോൾ അള്ളാഹു ഇവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ഊഴം കാത്ത് നിൽക്കുകയാണ്, എപ്പോഴാണെന്ന് അറിയില്ല. അള്ളാഹു ഈമാനോട് കൂടിയിട്ട് മലക്കുൽ മൗത്തിനെ കണ്ടുമുട്ടാനുള്ള അവസരം നമുക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. നമ്മുടെ ഇടയിലുള്ള രോഗികൾക്ക് അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين. الحمد لله رب العالمين.